മത്തായിയുടെ സുവിശേഷമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ വ്യാഖ്യാനിപ്പാനായി ചിന്തിപ്പാനായി പോകുന്ന വിശുദ്ധ ബൈബിളിലെ ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. There were 14 generations in all from Abraham to David, 14 from David to the exile to Babylon, and 14 from exile to the Christ. സാധാരണ കൺവെൻഷൻ വേദികളിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ദൂതുണ്ടെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തിലേക്ക് വായിക്കാനുള്ള. I read this word because I am convinced that there is a message for the people of God from this scripture. അവിടെ പറയുന്നതാണ് ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. It says 14 generations from Abraham to David, and from David to the exile in Babylon 14, and another 14 from the exile of Babylon to Christ. ഞാൻ ഈ വാക്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഒരു പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഈ വാക്യം ചൂസ് ചെയ്തതെന്ന് ആദ്യം ഞാൻ പറയാം. Before I go in explaining the scripture, I wanted to tell you that why I picked this verse to speak tonight. ഏകദേശം ഈ വാക്യത്തോട് ഒരു 95% ഈ വാക്യത്തോട് സാമ്യം പുലർത്തുന്ന മറ്റൊരു വാക്യം അതേ അധ്യായത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിക്കാൻ കാരണം. 1-ാമത്തെ വാക്യം. There is another verse which is almost same to the scripture portion that we read. That is the very first words of this chapter. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. മതി. 1-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. It says a record of the genealogy of Jesus Christ, the son of David, the son of Abraham. Listen, New Testamentനകത്ത് രണ്ട് ഭാഗത്താണ് ജീനിയോളജി കർത്താവ് കൊടുത്തിട്ടുള്ളത്. In New Testament we see genealogy in two places. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ പല സ്ഥലത്ത് തലമുറകളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. In many places it talks about the generations. എന്നാൽ പുതിയ നിയമത്തിൽ തലമുറകളുടെ ലിസ്റ്റ് ആകെ പറഞ്ഞേക്കുന്നത് രണ്ട് ഭാഗത്താണ്. But in New Testament it talks about the generations, the list of the generations only in two places. ഒന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, രണ്ടാമത്തേത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. First we see that in the first chapter of the Gospel of Matthew, and then we see the third chapter of the Gospel of Luke. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവിടുത്തെ ജീനിയോളജി ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ യോസഫ്, അങ്ങനെ അബ്രഹാമിൽ തുടങ്ങി അവസാനം ക്രിസ്തുവിൽ വന്ന് വൈൻഡപ്പ് ചെയ്യുന്നു 42 തലമുറ. In first chapter of the Gospel of Matthew we see the writer starting from the genealogy, starting from Abraham, Isaac, Jacob, and then it winds up with Jesus Christ. എന്നാൽ ലൂക്കോസിൽ അങ്ങനെയല്ല. ലൂക്കോസിൽ യേശുവിൽ തുടങ്ങി യേശുവിന്റെ പിതാവ്, യേശുവിന്റെ വളർത്തിയ യോസഫ്, യോസഫിന്റെ അപ്പൻ, അങ്ങനെ മേലോട്ട് പോയി അവസാനം ലാസ്റ്റ് വാക്കിങ്ങനാണ് കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദമിന്റെ മകൻ. ഏതാണ്ട് 62 തലമുറയെ പറ്റി ലൂക്കോസിൽ പറയുന്നു. In the Gospel of Luke what we read is the reverse order of what we see in the Gospel of Matthew. It starts from Jesus Christ and goes back to Adam. ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്ക് ബൈബിൾ വായിക്കുന്ന ആൾക്കാർ സാധാരണഗതിയിൽ ഈ പേരുകൾ വരുമ്പോൾ വായിക്കാറില്ല, സ്കിപ്പ് ചെയ്യും. എന്റെ ചോദ്യം, എന്തുകൊണ്ടായിരിക്കും ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത പേരുകൾ ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്? Sometimes we come across some tough names, we usually don't read it, we skip it. Why is it that Bible writers have taken time to specify these tough names in the scripture? എന്തിനായിരിക്കും? Why did they allow that? പോർഷൻ ആ പേജ് തീർക്കാൻ വേണ്ടിയായിരിക്കുമോ? Was it for completing something in that page? അല്ല, പിന്നെ ഇതിന്റെ പിന്നിലെ റീസൺ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള എൻട്രി എങ്ങനെയാണെന്ന് കുറഞ്ഞപക്ഷം ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തലമുറകളുടെ ലിസ്റ്റ് ബൈബിളിൽ കൊടുത്തത്. The reason why those tough names are mentioned is that we have to know and understand how the incarnation of Jesus Christ took place in this world. എങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ വന്നതെന്ന് കുറഞ്ഞപക്ഷം യേശുവിനെ ഫോളോ ചെയ്യുന്ന നമ്മളെങ്കിലും അറിഞ്ഞിരിക്കണം. At least everyone who follows Jesus Christ should understand how he came into this world. നിങ്ങളൊക്കെ സാധാരണ മറ്റു രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മീറ്റിംഗിനോട് വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാ ഈ രാജ്യത്ത് വന്നേ? First time when I usually go outside the country, usually people ask me, how did you come here? എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻട്രി അവിടെ ആരെങ്കിലും കൊണ്ടുവന്നതാണോ, വിസ എടുത്തു എൻട്രി എങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവർക്കും they wanted to know and they are excited to know how we arrived in this nation. എന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള എൻട്രി എങ്ങനെയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയാണ് പ്രധാനമായും ജീനിയോളജി ബൈബിളിൽ കൊടുത്തിട്ടുള്ളത്. In the same way God wants us to understand the entry of the arrival of the incarnation of Jesus Christ in this world. ഇവിടെ കർത്താവിനെ മനസ്സിലാകുന്നു. യേശു പുതിയ നിയമം, പുതിയ ഒരു നിയമം, ആ പുതിയ നിയമത്തിന്റെ കർത്താവ് യേശുവാണ്. അപ്പൊ യേശുവിനെ പുതിയ നിയമത്തിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് ജീനിയോളജി മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത്. Jesus Christ is the author, Jesus Christ is the Lord of the New Testament, and the whole reason behind writing and mentioning all these names is to present Jesus Christ. അപ്പൊ യേശുവിനെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് മനസ്സിലാക്കുന്നു, യേശുവിനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ യേശുവിൽ തുടങ്ങിയാൽ പോരാ, പിന്നെ ദാവീദിൽ തുടങ്ങണം. When God tried to present Jesus into this world, he understands that in order to present Jesus into this world, he has to go back and start from David. അപ്പൊ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ദാവീദിനെ പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ദാവീദിൽ തുടങ്ങിയാൽ പോരാ, പിന്നെ അബ്രഹാമിൽ
തുടങ്ങേണ്ടി വരും. Then he comes to another problem. In order to present and explain about David, you cannot start from David. You have to go before and start before the genealogy of David. അപ്പൊ ഒറ്റ വാക്കിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നതിന് അബ്രഹാമിൽ നിന്ന് സ്വർഗം തുടങ്ങുന്നതെങ്കിൽ അതിന്റെ പിമ്പിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു ദൂതുണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിന്റെ ഇന്നലെയോ മിനിഞ്ഞാന്നത്തെയോ പദ്ധതിയല്ല. നാമും നമ്മുടെ കുടുംബവും നമ്മുടെ പിതാക്കന്മാരും ജനിക്കുന്നതിന് മുമ്പുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് യേശുവിന്റെ ഭൂമിയിലെ വരവ്. Praise God. The Holy Spirit is saying to go back and mention every generation before Christ, to present Christ. That reminds us that Jesus Christ coming into this world was not a plan that happened in the mind of Christ, to the God the Father, a week before, a month before, even a year before, but it was the heavenly plan in the eternity past, and that's why God mentions all these things. Hallelujah. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഇതാണ്, ഇന്നും നമ്മൾ ഇവിടെ വന്ന് മുട്ടുമടക്കിയിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ ദൈവം ചെയ്ത കാര്യമല്ല. പിന്നെ നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വിശ്വസ്ത കൃപയ്ക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. You and me are here tonight worship the Lord. It was not a plan that originated suddenly in the mind of God, but it was something that originated in the heart of God even before you and me were born into this world. യേശുക്രിസ്തുവിന്റെ എൻട്രി പറയാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിലെ പ്ലാൻ അബ്രഹാമിനെ പറ്റി പറയുക, ദാവീദിനെ പറ്റി പറയുക, ക്രിസ്തുവിനെ പറ്റി പറയുക. When God wanted to present Jesus into this world, he decided to talk about Abraham, David and Jesus Christ. Listen, 16 വാക്യം വരെ എന്ത് പറയാൻ സ്വർഗം ആഗ്രഹിച്ചു ആ കാര്യം സവിസ്തരമായി പറഞ്ഞിട്ട് ആ 16 വാക്യത്തിന്റെ ഒരു സമ്മറിയാണ് 17 വാക്യത്തിൽ നമ്മളോട് വായിക്കുന്നത്. Whatever heaven wanted to say, it is explained from verse 1 to 16, and when we come to the 17th scripture, it is the summary of what we read from 1 to 16. ഇതിനകത്ത് എന്നെ ചിന്തിപ്പിച്ച വിഷയം ഞാൻ പറയാം. This is what made me to think about. അബ്രഹാമിന്റെ പേര് മേളിലുണ്ട്, സമ്മറിയിലും അബ്രഹാമിന്റെ പേരുണ്ട്. The name of Abraham is in the list, and his name is also in the summary. ദാവീദിന്റെ പേരും ഒന്നാമത്തെ വാക്യത്തിലുണ്ട്, ദാവീദിന്റെ പേരും സമ്മറിക്കകത്തുണ്ട്. And the name of David is also in the list as well as in the summary. യേശു ക്രിസ്തുവിന്റെ പേരും ഒന്നാം വാക്യത്തിനകത്തുണ്ട്, യേശുവിന്റെ പേരും ലാസ്റ്റ് The name of വാക്യത്തിലുണ്ട്. Jesus Christ is also in the very first words, also in the summary. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച വിഷയം മേളിൽ പറയാത്ത ഒരു വാക്ക് കൂടെ താഴെ കയറി വന്നു. അതിന്റെ പേരാണ് ബാബേൽ പ്രവാസം. And one thing that I noticed is that there is another word that came into the 17th verse, that is the captivity in Babylon. See, listen, ഈ ബാബേൽ പ്രവാസം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ഒരു പ്രശ്നമാണ്. And we know that the exile to Babylon was something that happened to the nation of Israel. ആ സംഭവത്തെ പറ്റി പറയാതെ വേണമെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരാളെ പറ്റി ദൈവത്തിന് പറയാം. Lord could have avoided mentioning the exile to Babylon. Rather, he could have placed somebody's name who lived in during that exile period and finished the verse. Amen. ഒരു മൈൽസ്റ്റോൺ പോലെ അബ്രഹാമേ മനുഷ്യന്റെ പേരാണ്, ദാവീദ് മനുഷ്യന്റെ പേരാണ്, യേശു മനുഷ്യന്റെ പേരാണ്. പക്ഷേ അതിനിടയ്ക്ക് വന്ന ഈ ബാബേൽ പ്രവാസം വ്യക്തിയുടെ പേരല്ല, ഒരു സംഭവത്തിന്റെ പേരാണ്. ഇത് കൊടുക്കാനുള്ള റീസൺ എന്താണ്? Between these three human names, we see the name of an event. Why did the Lord include the name of an event in between this verse? ആ പ്രവാസകാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാരുണ്ട്. അതിൽ ഒരാളുടെ പേരാണ് ദാനിയേൽ. There are many saints who lived during the exile period, and Daniel was one among them. ആ സമയത്ത് ജീവിച്ചിരുന്ന മറ്റൊരു ഭക്തന്മാരുടെ പേരാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. One of the great servants of God who lived during the captivity in Babylon is Shadrach, Meshach, and Abednego. വേണമെങ്കിൽ ഈ സമയത്ത് ഇവരെ ആരെങ്കിലും കേട്ടോ, അബ്രഹാം തുടങ്ങി ദാവീദ് 14, ദാവീദ് ടു ദാനിയേൽ 14, ദാനിയേൽ ടു ക്രിസ്തു 14, അങ്ങനെ പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. And he could have changed these words into Abraham to David 14, David to Daniel 14, and then Daniel to Christ 14. എന്റെ ചോദ്യം ഇതാണ്, This is my question. വിശുദ്ധന്മാരായിട്ടുള്ള പ്രാർത്ഥന വീരന്മാരായിട്ടുള്ള ഭക്തന്മാർ അന്നുണ്ടായിട്ടും അവരുടെ പേര് പറയാതെ ഒരു പ്രശ്നത്തിന്റെ ഒരു വിഷയത്തിന്റെ പേര് അവതരിപ്പിക്കാനുള്ള റീസൺ എന്താണ്? What is the reason behind mentioning the name of an event rather than mentioning the name of some of the great people of God who lived at that time? ഇന്ന് രാത്രി അതാണ് നമ്മൾ ചിന്തിക്കാൻ That is what we are going to think about tonight. ചേർന്ന് കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയൂ. Hallelujah. ശക്തിയോടെ ഹല്ലേലൂയ പറയൂ. ആമേൻ. Hallelujah. എന്റെ ചിന്ത ഞാൻ പറയാം. ഒരു പക്ഷേ ഈ ബാബേൽ പ്രവാസം എന്നത് ദൈവത്തിന്റെ കൺസെപ്റ്റിൽ മുന്നമേ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നെങ്കിൽ ഈ വിഷയത്തെ പറ്റി കർത്താവ് നേരത്തെ മെൻഷൻ ചെയ്തേനെ. This is what I think. If the exile to Babylon was something that God had already in his mind, he would have mentioned this before this. ഈ പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? You know what is an exile means? അതിനെ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ്, എന്റെ ബൈബിളിനകത്തുള്ള ഇംഗ്ലീഷ് വേർഡ് ഡിപ്പോർട്ടേഷൻ. It also uses the word deportation. എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ആ വാക്ക് കോമൺ ആയിട്ട് കേൾക്കാൻ പറ്റും. ഗൾഫിൽ ആ വാക്ക് കോമൺ ആയിട്ട് കേൾക്കാൻ In the Middle East, that word is very common. എന്ന് പറഞ്ഞാല് ഒരാളെ എന്തെങ്കിലും കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ആ പിടിക്കുന്ന എവിടെ വെച്ചാണ് അന്നേരം അവനെ പിടിച്ചെടുത്തോണ്ട് നേരെ ചെന്ന് അവൻ ഏത് രാജ്യത്തെ ആളാണോ അങ്ങോട്ട് കയറ്റി വിടുക. If you are caught in any kind of crime, they will take him directly to the airport and send him back to his country of origin. എന്ന് പറഞ്ഞാൽ
ഒരുപക്ഷെ താമസിക്കുന്ന സ്ഥലത്ത് ഒത്തിരി സംവിധാനം അവന് കാണുമായിരിക്കും, പക്ഷേ എടുക്കാൻ പ്രമാണമില്ല, മടങ്ങി വീട്ടിൽ പോകാൻ പ്രമാണമില്ല. അവൻ ഇട്ടേക്കുന്ന ഡ്രസ് എന്താണോ ആ ഡ്രസ് ഇടുക, അവനെ പിടിക്കുക, നേരെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ കയറ്റിവിടുക. He may have possessions and belongings at that time that he would like to take with him, but he will not be given any chance. He is caught, he is sent back to his country right away. ഒരു പുരുഷായുസ് മൊത്തം അവൻ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഉണ്ടാക്കിയതിനകത്തൊന്നും ഒരു ചില്ലിക്കാശ് പോലും എടുക്കാൻ കഴിയാതെ ഒന്നുമില്ലാത്തവനായി അവനെ മടക്കി അയക്കുന്ന പദത്തിന് പറയുന്ന പേരാണ് ഡിപ്പോർട്ടേഷൻ. Whatever he has accumulated and earned during his lifetime, he will not be allowed to take even a single penny from his possessions, and he will be sent back to his country, and that is called exile. അപ്പൊ എന്റെ ചോദ്യം, ഈ ഡിപ്പോർട്ടേഷൻ ഇവിടെ വന്നാർക്ക് ഇസ്രായേൽ മക്കൾക്കാണ്. And we see the deportation happened to the people of Israel. ഇസ്രായേൽ ആര്? ഒരാളെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ട് അവനെ അനുഗ്രഹിച്ച് മുഴുവൻ നന്മയും അവന് ദൈവം കൊടുത്തതാണ്. Who is Israel? God called out one man and blessed him, and the descendants were given heavenly blessings, and they were all blessed by God himself. ഒന്നുമില്ലാത്ത രാജ്യത്ത് നിന്ന് ഒരുത്തിനെ പൊക്കിയെടുത്ത് അവന്റെ പേരിൽ മറ്റൊരു രാജ്യം കൊടുത്ത് അവൻ എന്തെല്ലാം സമ്പത്തുണ്ടോ അത് മുഴുവൻ ദൈവം പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുത്ത ദൈവം തമ്മിൽ ഒന്നുമില്ലാത്തവനാക്കി അവനെ മടക്കി അയച്ച പദ്ധതിയുടെ പേരാണ് ഡിപ്പോർട്ടേഷൻ. God picked up somebody from a land that was unknown to anyone, a person who was unknown and nothing in the sight of anybody, but he picked him up, blessed him, and blessed his generation, gave him everything. But one fine morning, God sent him back without allowing him to take anything, and that is called exile. Praise the Lord. ഇതിന്റെ റീസൺ എന്താണെന്ന് ചിന്തിക്കാൻ പോവാ ഇന്ന് രാത്രി. We are going to think about why did God do എനിക്ക് this. നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് രാത്രി ഒന്ന് പങ്കുവെക്കണം. And I want to share a couple of things with you. ഞാൻ ഈ ബൈബിൾ പഠിച്ചപ്പോ When I studied this word, കർത്താവിന്റെ മനസ്സിൽ ഇസ്രായേൽ മക്കളെ പറ്റി ഉണ്ടായിരുന്നത് ഒരൊറ്റ പ്രവാസം മാത്രമേ ഉള്ളൂ. God had only one exile regarding the people of Israel. ഇസ്രായേൽ മക്കളുടെ പ്രവാസത്തെ പറ്റി ബൈബിളിൽ എവിഡൻസ് ഉള്ളത് ഒറ്റ പ്രവാസം മാത്രമേ ഉള്ളൂ. There is only one place we read about the exile or the captivity of the people of God. ഏതാണെന്നറിയാമോ? You know what it is? മിസ്രൈമിലെ പ്രവാസം. That is their captivity in Egypt. അതിന് കാരണം അറിയാമോ? You know why? പറഞ്ഞു, പ്ലീസ് പറഞ്ഞു. അബ്രഹാം യാഗം നടത്തിയപ്പോൾ ഒരു കുറുമ്പ്രാവിനെ പിളർന്നില്ല. And when Abraham was offering the sacrifice, he did not split the dough. അബ്രഹാം യാഗം നടത്തിയപ്പോൾ ആ കുറുമ്പ്രാവിനെ പിളർക്കാഞ്ഞതുകൊണ്ട് അവിടെ റാഞ്ചൽ പക്ഷി ഇറങ്ങി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ തലമുറകൾ 400 വർഷം അടിമകളായി. Because he did not offer the sacrifice in the right manner, the ravens came down, and then God looked at the sacrifice and said, your generations will go in the captivity for 400 years. എനിക്ക് ആ ആൻസർ പറഞ്ഞ് പ്രതികരിച്ചതിൽ ഒത്തിരി സന്തോഷവും നന്ദിയുണ്ട്. പക്ഷെ ഞാൻ ആ ആൻസറിനോട് സ്വല്പം വിയോജിക്കുന്നതിനാണ്. I appreciate you replying back, but to a certain extent I don't agree with that answer. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെ ഒരു കുറുമ്പ്രാവിനെ പിളർക്കാഞ്ഞപ്പോൾ 400 വർഷം പ്രവാസത്തിൽ വിടുന്ന ആളാണ് ദൈവമെങ്കിൽ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്നത് അബ്രഹാമിനെയാണ്. കാരണം ആ കുറുമ്പ്രാവിനെ മാറ്റിയിട്ട് പുള്ളി ആടിനെ പിളർന്നില്ലായിരുന്നെങ്കിലോ? The reason why I cannot agree with that is that if God is somebody who gets angry of the small thing that Abraham did at the time of offering sacrifice, Abraham could have offered a lamb instead of a dove, and he could have got escaped from that. കുറുമ്പ്രാവിന് 400 കൊല്ലമാണെങ്കിൽ ആടിനെ വെച്ചാ. And if he offers a dove, and because of the fault in that offering, if he is 400 years of captivity, what will be the measure of captivity if he has offered a lamb? ആടിനെ കാര്യം പോട്ടെ, കന്നുകാലിയായിരുന്നെങ്കിലോ? If it were a bull, how long it could have been? അത് മാത്രമല്ല, കുറുമ്പ്രാവിനെ പിളർക്കാത്തവരെ 400 കൊല്ലം പ്രവാസത്തിൽ വിടുന്ന ആളെ പിന്നെ സേവിക്കാൻ ആരെങ്കിലും വരുമോ? If anybody else will come forward to serve such a fearful God? അതല്ലെന്ന് തീർത്ത് പറയുന്നില്ല. എന്റെ അകത്തുള്ള ചിന്ത ഒരുപക്ഷെ അതായിരിക്കത്തില്ല. പിന്നെ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പായിരിക്കാം ഒരുപക്ഷെ അത്. I think that may not be the reason. I believe that could be something that is pointing to an event that will happen in the future. Maybe God wanted to remind us about that. ഞാൻ ഇന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. Something that I believe. ഒരുപക്ഷെ അന്ന് അബ്രഹാം ഇത് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ എഗ്രി ചെയ്തു, അത് നടക്കത്തില്ല. I believe that if Abraham had prayed to God to avoid such a condemnation, such an event, God could have forgiven him. Praise the Lord. എന്ന് പറഞ്ഞാൽ അതിന് കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ പകരം ഉന്നം തെറ്റി പോവാത്തൊരു പ്രവാചകനുണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ. അയാളുടെ പേര് അഹീത്തോബൽ എന്ന. അഹീത്തോബലിന്റെ ആലോചനയെ ദാവീദിന്റെ പ്രാർത്ഥനയാൽ നിഷ്ഫലമായെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ മാറ്റിമറിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രഹത്തിരിപ്പുണ്ട്. I believe that there is power in prayer, and if God could redirect the counsel of Ahithophel because of the prayer of David, I believe there is tremendous power in the prayer of the people. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ദൈവത്തിന്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഏക പ്രവാസം ഇസ്രായേലിന്റെ പ്രവാസമാണ്. ഇത് കർത്താവിന്റെ കൺസെപ്റ്റുള്ള കാര്യമല്ല. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തിന്റെ മനസ്സിനകത്ത് അല്ലെങ്കിൽ ദൈവം ചിന്തിക്കാത്ത ഈ ഡീപ്പോർട്ടേഷൻ ഇസ്രായേൽ മക്കൾക്ക് വന്നു? So this exile to Babylon was not according to the plan of God. It was not in the mind of God. Then why did this exile happen to the people of God? ദൈവത്തിന് ഈ സംഭവം അറിയത്തില്ലെന്നല്ല പറഞ്ഞ, മുന്നറിവിനാൽ അറിയാം. പക്ഷേ അവര് പോണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നില്ല. I am not saying that God did not foreknew this, but what I am saying is that God did not want them to go. ഈ വിഷയത്തെ പറ്റി നമ്മൾ പഠിക്കണമെങ്കിൽ, if you want to understand the scripture behind this, ആദ്യമായി ബാബേലിനെ പറ്റി ഒന്ന് പഠിക്കണം. you have to understand little bit things about Babel. ആമേൻ. ഞാൻ വിട്ടുവസ് രീതിയിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 4 or 5 പേരുകൾ ഉള്ള ഒരു സ്ഥലം
സ്ഥലമാണ് ഈ ബാബേൽ. And Babel has 4 or 5 names. ഇതിന്റെ ഒരു പേരാണ് ബാബേൽ. One name is Babel. ഇതിന്റെ രണ്ടാമത്തെ പേരാണ് ബാബിലോൺ. Second name is Babylon. ഇതിന്റെ മൂന്നാമത്തെ പേരാണ് ഷിനാർ ദേശം. Third name is the land of Shinar. ഇതിന്റെ നാലാമത്തെ പേരാണ് കൽദയനാട്. And the fourth name is the land of Chaldeans. ഇതിന്റെ അഞ്ചാമത്തെ പേരാണ് മെസോപ്പൊട്ടേമിയ. And the fifth name is Mesopotamia. അഞ്ചെണ്ണം ഓർമ്മയുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. അതിന്റെ പേരാണ് ഇറാഖ്. The sixth one is called Iraq. 6 പേരും ഈ ബൈബിളിനകത്തുണ്ട്. And the Bible has mentioned all the 6 names. ബാബേലിന്റെ പ്രത്യേകത പറയാം. And I will tell you about the characteristics of Babel. ലോക ചരിത്രത്തിൽ ആദ്യമായി ജീവന്റെ തുടിപ്പ് ആരംഭിച്ച സ്ഥലമാണ് ബാബേൽ. In the history of the world, that is the place where life originated. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജാവ് ഭരിച്ച സ്ഥലത്തിന്റെ പേരാണ് ബാബേൽ. In the history of the world, Babel is the place for the first time a king ruled over the land. ലോക ചരിത്രത്തിൽ ആദ്യമായി 4 ചക്രങ്ങൾ കെട്ടി ഒരു മൃഗത്തെ കൊണ്ട് വലിക്കുന്ന വാഹനം ലോകത്തിൽ ആദ്യമായി ഉരുവാക്കിയ സ്ഥലമാണ് ബാബേൽ. They are the people who invented and started a cart that will be rolled and pulled by 4 wheels for the first time. തീർന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് പണിയാൻ പദ്ധതിയിട്ട സ്ഥലമാണ് ബാബേൽ. Not only that, it was the people of Babel who erected the tallest building for the first time in the history of the world. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ ബാബേൽ. So there are so many important things that we can talk about Babel. നിങ്ങൾക്കറിയാമോ, നമുക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ പാർത്തിരുന്ന ഒരു സിറ്റിയാണ് ബാബേൽ. Not only that, Babel is also a place where one of the very familiar person lived. ആരെന്നറിയാമോ? You know who it is? അതിന്റെ പേരാണ് അബ്രഹാം. That was the name of Abraham. ഹലോ, ഒരു ദിവസം രാവിലെ കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, One day morning, God appeared to Abraham. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. He said, Abraham, I'm going to bless you. ഞാൻ നിന്റെ പേര് വലുതാക്കാൻ And പോവാ. I'm going to expand your name. നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കാൻ And പോവാ. I'm going to make you father of nations. നിനക്ക് ഞാനൊരു സന്തതിയെ തരാൻ And പോവാ. I'm going to give you a son. നിന്റെ സന്തതിക്ക് ഞാനൊരു രാജ്യം തരാൻ Not പോവാ. only that, I'm going to give a kingdom to your son. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിന്റെ ചരിത്രം മാറ്റാൻ പോവാ. In short, I'm going to rewrite your history. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നീ ദേശം വിട്ടിറങ്ങണം. But only one condition, that you have to leave your land. ഊരി വിട്ടിറങ്ങണം. You have to set out from your land. ഇവിടെ ഇറങ്ങിയാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. If you set aside, if you leave behind your own homeland, I will bless you. സത്യം പറഞ്ഞാലേ ഈ ദൂത് കേട്ടപ്പോൾ ഈ അബ്രഹാമിന്റെ അകത്ത് ഒരു ഭയങ്കര അസാധാരണമായ ഒരു കത്തൽ വെളിപ്പെട്ടു. And I believe there was kind of an igniting and kindling inside the heart of Abraham when he heard this news. കാരണം അവന്റെ അകത്ത് വന്ന സന്തോഷം അവൻ രാജ്യമാക്കാനോ സമ്പത്ത് കൊടുക്കാനുള്ളതല്ല. He was not so excited because of the kingdom or the possessions. അവന്റെ അകത്ത് വന്ന സന്തോഷം അവൻ ഒരു തലമുറയെ കൊടുക്കാൻ. He was so excited because he heard the news that God is going to give me a son. 75 വയസ്സ് വരെ ഈജിപ്തിൽ ഈ കൽദയ നാട്ടിൽ ചെയ്യാവുന്ന പദ്ധതികൾ മൊത്തം ചെയ്തിട്ടും തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ അവനോട് സ്വർഗ്ഗം എന്ന് പറയുന്നു, ഡോണ്ട് വറി, ഇറങ്ങി വന്നാൽ നിനക്ക് ഞാൻ തലമുറയെ തരും. Abraham was someone who was living for 75 years in that land, and he could do everything that he could do to have a son, but nothing worked out, and he was so disappointed. And when the news came to him, he was excited. ആമേൻ. ഇത് കേട്ടപ്പോൾ അവന്റെ അകത്ത് ഒരു സന്തോഷം വന്നു. And he was rejoicing when he heard this news. വേഗം ചെന്ന് അവന്റെ ഭാര്യയോട് പറഞ്ഞു, കർത്താവ് ഇന്ന് രാവിലെ സംസാരിച്ചു, ഇവിടെ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളെ കർത്താവ് He ran അനുഗ്രഹിക്കും. to his wife and said, if you leave this land, God has spoken to me, he will bless us. ഇയാളോട് ദൈവം പറഞ്ഞു ആലോചന മൊത്തം ഭാര്യയോട് പറഞ്ഞു. ഭാര്യയ്ക്ക് കുലുക്കം വന്നില്ല. പക്ഷേ ഒരു തലമുറയെ ദൈവം തരും എന്ന് കേട്ടപ്പോൾ അവരുടെ അകത്ത് ഇടിത്തി മിന്നൽ വീണു. And even though Abraham shared all the blessings that God had told him, Sarah was not excited. But when Abraham mentioned that God is going to give us a son, she was excited. അവരുടെ അകത്തൊരു സന്തോഷം വന്നു. And she was happy. അവൾ പറഞ്ഞു, പോയ കാച്ച. She said, let's go. എന്റെ ഭാഷയിലാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. I'm just putting it in my own words. പോകാൻ തീരുമാനിച്ചു. They decided to go. എന്റെ ഭാഷയിൽ പറയാം. Let me put it this way. ഒരു ദിവസം രാവിലെ സാറയുടെ കൈയെ പിടിച്ചു അബ്രഹാം. One fine morning, Abraham took hold of his wife. ഒരു കയ്യിൽ 4000 കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ ഇന്നത്തെ പോലെ ലെതർ പെട്ടിയില്ല, ട്രങ്ക് പെട്ടി എടുത്തു, രക്തം ചെയ്തു. And for the it is long back, so he took his old baggage with the other hand. ഒരു കയ്യിൽ ട്രങ്ക് പെട്ടിയും എടുത്ത് ഒരു കയ്യിൽ സാറയുടെ കയ്യും പിടിച്ച് വാഗ്ദത്തം തേടി ഊരി വിടാൻ അബ്രഹാം And തയ്യാറായി. Abraham decided to leave his homeland towards what God has called him. വീട് വിട്ടിറങ്ങിയപ്പോ ഭാര്യ പറഞ്ഞു, അച്ഛാ 75 കൊല്ലം നമ്മളിവിടെ പാർത്തല്ലയോ, എന്നാൽ ഇവിടെ വിട്ട് പോവല്ലയോ എന്ന് പോകുന്നതിന് മുമ്പ് അപ്പച്ചന്മാരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോകാം. And then Sarah said, we have been here for long 75 years since we are leaving the land. Why don't we just call our elders and fathers and make them pray for us when we leave? എന്റെ ചിന്ത അനുസരിച്ച് നല്ലൊരു ഭാവനയാണേ ആൾക്കാരെല്ലാം കൂട്ടി വരുത്തി അബ്രഹാം സാറായി മുട്ടുമടക്കി. And it is my imagination that Abraham and Sarah knelt down with all the older people in that land. അറിയാവുന്ന അപ്പച്ചന്മാരെല്ലാം തലയെ കൈവച്ച് ഇവരെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചെന്ന് കൂട്ടിക്കോ. And I believe that maybe all those elders came, laid their hands upon Abraham and Sarah and blessed them. പ്രാർത്ഥനയും ആശീർവാദം എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവര് ചോദിച്ചു, എങ്ങോട്ടാ നീ പോകുന്നത്? And after the prayer and benediction, when they were about to leave, these people asked him, where are you leaving for? എങ്ങോട്ടാന്ന് അറിയത്തില്ല, കാണിക്കാമെന്നാ പറഞ്ഞേക്കുന്നത്. And he said he doesn't know where he's going, but God has promised he will show me. രണ്ടാമത്തത് അതെ ആരാ കാണിക്കാന്ന് പറഞ്ഞു. And then he said, okay, somebody will show you, right? Who is that person who told you that he will show you? അബ്രഹാം പറഞ്ഞു, അതിന്റെ പേരറിയത്തില്ല, ഞാനായിരിക്കുന്നവൻ. Oh, I don't even know the name of the person, but this is what I know. He said, I am that I am. ആമേൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആട്ടെ, ഏത് വഴിക്കാ നീ പോകുന്നത്? And the third question, all right, which direction are you going? അബ്രഹാം പറഞ്ഞു, അതും അറിയത്തില്ല, പോകുമ്പോ കാണിച്ചു തരാം. I don't even know that. He told me where as you take our steps, he will direct us. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞില്ല, എങ്ങോട്ട് പോകുന്നു?
Where are you leaving? I don't know. ആര് പറഞ്ഞു? Who told you to go? I don't know. ഏത് വഴിക്ക്? അത് പറയുന്നില്ല. Which direction? I don't know. രാമൻ പറഞ്ഞു. എല്ലാരും ഒന്ന് പറഞ്ഞു. എല്ലാരും ഒന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആദ്യമായി ഒരുത്തൻ വിശ്വാസത്തിൽ ചുവട് വെച്ചപ്പോൾ അഡ്രസ് തപ്പിയോ അവൻ പോകുന്ന വഴി നോക്കിയോ അല്ല, പിന്നെ പൂർണ്ണമായി അങ്ങ് വിശ്വസിച്ച് അവൻ ചുവട് വെച്ചു. ഹല്ലേലൂയ. For the first time in the history, when somebody stepped out in faith to obey the call of God, he did not wait for any kind of results so that he could be saved, but rather he stepped out in faith. ആമേൻ. ഞാൻ ഒറ്റ വാക്കിൽ ദൂത് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് വേഗം സ്കിപ്പ് ചെയ്യാം. നിന്റെ വെക്കുന്ന സ്റ്റെപ്പുകൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചും വിശ്വസിച്ചുമാണെങ്കിൽ നീ തോറ്റു തുന്നം പാടാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിന്നെ ഉയർത്താൻ കരുത്തുള്ളവൻ എന്റെ സ്വർഗ്ഗം. ഹല്ലേലൂയ. I can tell you this evening that when you decide to follow the call of God by faith, blindly believing Him, I can guarantee you that the Lord who has called you will never ever abandon you. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എല്ലാവരും ചെന്ന കരങ്ങളെ വീശി ശക്തിയോടെ ഹല്ലേലൂയ. ഒന്നിന്റെ കാര്യം ഞാൻ വേഗത്തോട്ട് പറയാൻ I want to mention a couple of things. ചില കാര്യങ്ങൾ ഞാൻ ഒന്നിന്റെ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് പരിഭവം തോന്നുന്നത് എനിക്ക് ചിന്തയ്ക്ക് വേഗം ഓടിക്കണം വേണ്ടി. I have to repeat a couple of things to get into the conclusion. എന്റെ ചോദ്യം, This is my question. ഭാര്യയെ പിടിച്ച് ഒരു കൈ ഡ്രങ്ക് വട്ടിയും എടുത്ത് ഊരി വിടുമ്പോൾ അപ്പച്ചൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറയാനില്ല. അപ്പൊ എന്തായിരിക്കും അപ്പച്ചന്റെ മനസ്സിലെ ചിന്ത? This is what is bothering me. When they decided to leave, completely obeying the word of God, taking a box and Sarah with him, when the eldest, his father, asked him, "Where are you leaving?" He doesn't have any answer. And what could be going through the mind of his father? എന്റെ ചിന്തയിൽ പറയാം, 75 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ ഇപ്പം തുടങ്ങി സോക്കേട്. എവിടാ? സ്വർഗ്ഗത്തിൽ പോവാ. മനസ്സിലാവുന്നുണ്ടോ? And the father would have said, "Well, for all these 75 years, this guy was very normal and absolutely no problem. But now he started talking about going to heaven." സമ്പത്തൊന്നും ഇല്ലായിരുന്നെങ്കിലും അത്യാവശ്യം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ജീവിക്കാൻ സെറ്റപ്പ് ഉള്ളവരാ. അതെല്ലാം തല്ലി പൊട്ടിച്ചിട്ട് അവൻ പോവാ. Even though he was not so rich, but he had some kind of living souls to live. But now he has destroyed every idol that he has been making, and he is leaving out for heaven. അപ്പൊ സ്വാഭാവികമായും അവരകത്തൊരു ചിന്ത വന്നു കാണും, ഇവന് എന്തോ ചില മാനസിക പ്രശ്നം. Naturally, they might have started thinking that this guy has some kind of a mental disorder going on. ആണോ? അങ്ങനെ മാനസിക പ്രശ്നമെന്ന ആളാണോ അബ്രഹാം? Abraham had some kind of psychological issues. ഹലോ, ഒന്നുമല്ല. അവന്റെ ചരിത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, നേരത്തെ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല. ബാബിലോണിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിലെ നമ്പർ 1 സംസ്കാരമാണ്. The civilization of Babylon was the number 1 civilization of this world. ആമേൻ. ആ സംസ്കാരത്തിൽ ജനിച്ചവനാ ഇതിനകത്ത് വന്ന് കയറിയത് മാനസിക പ്രശ്നമുള്ളത് കൊണ്ടല്ല, ഇത് സത്യമാണെന്ന് ബോധ്യമായത് കൊണ്ടല്ല. And because he stepped into faith, because he realized and understood that this is truth. എനിക്ക് അവിടെ നിന്ന് ഒരു സ്തോത്രം പറയാൻ ആഗ്രഹമുണ്ട്. ചിലരുടെ അകത്തെങ്കിലും ഒരു ബലം വ്യാപരിക്കുന്നെങ്കിൽ വ്യാപരിക്കട്ടെ. ഇന്നും വീട്ടിൽ കയറ്റാത്ത ആൾക്കാരുണ്ട്. പെന്തക്കോസ്തിൽ വന്നതിന്റെ പേരിൽ ഇന്നും കുടുംബത്തിൽ കയറ്റാത്തവരുണ്ട്. പക്ഷെ ഇതുവരെ മടങ്ങി പോവാൻ ഒരു ചിന്ത വരാത്തതിന്റെ കാരണം ഫോളോ ചെയ്യുന്ന യേശു സത്യദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമൊക്കെ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. There are people who might be listening to me this evening. You have set out from your family and not able to go back to your dear ones because of the faith you have received. But I want to remind you that the one who has called you out is faithful until death. ഹല്ലേലൂയ. എത്രയൊക്കെ സന്തോഷമുണ്ട്. ചേർന്ന് കാര്യങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു. ഞാൻ മുമ്പോട്ട് വന്നു. ഒറ്റ വാക്കിൽ എന്റെ പൊന്നച്ച ഒന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടവനെ കർത്താവ് അനുഗ്രഹിച്ചു. And Abraham, who decided to leave, leaving behind everything, but God blessed him. എന്റെ ഭാര്യയെ പറഞ്ഞ കുടുംബക്കാരൊക്കെ തീർന്നെന്നാ പറഞ്ഞത്. പക്ഷെ എന്ന് തീർന്നെന്ന് പറഞ്ഞോ അന്ന് അവന്റെ ചരിത്രം തുടങ്ങി. And all the dear ones said he is finished, but that day God made to begin his new lifestyle. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. God blessed him. മുമ്പോട്ട് വരുന്നു. 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം തലമുറയെ കൊടുത്തു. And at the age of 100, Abraham was blessed with a son. ഇസഹാക്കിന്റെ 60ാമത്തെ വയസ്സിൽ ഇസഹാക്കിന് ദൈവം തലമുറയെ കൊടുത്തു. At the age of 60 for Isaac, he was blessed with a son. ആമേൻ. യാക്കോബിന്റെ 50ാമത്തെ വയസ്സിൽ യാക്കോബിന് ദൈവം തലമുറയെ കൊടുത്തു. God blessed Jacob with a son at the age of 50. ഒറ്റ വാക്ക് പറഞ്ഞാൽ അപ്പന് 100ൽ മകന് 60ൽ കൊച്ചുമകൻ 50ൽ. And it says the father was given a son at the age of 100, then the second one at the age of 60, and then the third son at the age of 50. ഹലോ, ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരുത്തിന് ഇറങ്ങി പുറപ്പെട്ടതാ. ആ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടവന്റെ സന്തതിയെ തൊടാൻ പോലും ഇന്ന് ഉലകത്തിലെ ഒരു രാജ്യത്തിനോ സാമ്രാജ്യത്തിനോ കഴിയാതെ കൊണ്ട് ദൈവം അവനെ ഉയർത്തിയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ എത്ര ഭയങ്കരമാണ്. You can see and we are witnessing that even though they are a small nation, no superpowers of this world touch the people of Israel because they have been called and separated and placed by the Almighty God. Jesus, hallelujah, hallelujah. ഇന്ന് രാത്രി അവിടെ നിർത്തി ഒരു ദൂത് പറയാം. നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഒരു ശക്തിയെ നിന്നെ തൊടത്തില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ എഗ്രി ചെയ്യാം. കാരണം നിന്നെ കൊണ്ടുവന്നവന്റെ കരത്തിന് ഇന്നും കുറവ് സംഭവിച്ചിട്ടില്ല. ഇന്നും അവന്റെ കരം ശക്തമാണ്. I want to remind you and exhort you tonight that God has called you out. No powers of this world can touch you because you are precious in the sight of God. Hallelujah. ചേർന്ന കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. And God blessed him. നന്മകൾ കൊടുത്തു.
He gave him goodness. ഉയർച്ചകൾ കൊടുത്തു, And he exalted him. സമൃദ്ധി കൊടുത്തു. And he blessed him with prosperity. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് മൊത്തം അവന്റെ കുടുംബത്തിനും അവന്റെ സന്തതിക്കും കൊടുത്ത അനുഗ്രഹത്തിന്റെ കവലവറകളാണ്. The Old Testament talks about the abundance of the blessings of God upon the children of Abraham. ആമേൻ. ചെങ്കടൽ അവർക്ക് വേണ്ടി രണ്ടാക്കി ഞാൻ പറഞ്ഞു. God parted the Red Sea for them. ആമേൻ. മാറാ മധുരമാക്കി. And he made the Mara the sweeter one. യോർദാൻ രണ്ടാക്കി. And he divided the Jordan for them. Praise the Lord. 7 രാജാക്കന്മാർ എതിർത്തു, 33 പ്രബല ജാതികൾ എതിർത്തു, എതിർത്തവരെ മൊത്തം സ്വർഗ്ഗം വന്ന് 7 kings came against the nation of Israel. 33 different tribes came against them, but God destroyed all of them for Israel. Praise the Lord. ഇനി ഒറ്റ സന്തോഷ വർത്താനം പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. തേജോമയനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമി തൊടാൻ കാരണം അബ്രഹാമിന്റെ സന്തതിയെ നിത്യതയിൽ കൊണ്ടെത്തിക്കാനാ. എന്ന് നമുക്ക് The മനസ്സിലാകുന്നുണ്ട്. reason why God allowed his one and only son Jesus Christ to touch on this world is to take the descendants of Abraham in eternity. ഹല്ലേലൂയ. ഈ ഉലകത്തിൽ ഏറ്റവും കൂടുതൽ താഴ്ച വന്നതും താഴ്ച അനുഭവിച്ചതും യേശുവാ. ആ യേശു അത്രയും താഴാനുള്ള കാരണം തന്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെട്ടവന്റെ സന്തതിയെ നരകത്തിൽ കൊണ്ടുപോകാൻ സാത്താനും അവന്റെ കൂട്ടരും വാതി കെട്ടുമ്പോൾ അവന്റെ പദ്ധതിയെ പൊട്ടിച്ചിവനെ എനിക്ക് നിത്യതയിൽ കൊണ്ടുപോയേ പറ്റൂ. Yes. You know that we read Jesus humbled himself even unto the cross. There is only one reason the Son of God had to come down and humble himself, because God the Father wanted to take the descendants of the one who was called out to take them in eternity. ഹല്ലേലൂയ. എനിക്ക് അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ വലിയൊരു സന്തോഷം പറയാനുണ്ട്. I am always excited when I talk about Abraham. ഒത്തിരി അവസ്ഥകൾക്ക് മാറ്റം വന്നു. And many of his life situations have been changed. ഇറങ്ങി പുറപ്പെട്ടതുപോലെ അല്ല ഇപ്പോൾ ബഹു സമ്പന്നനായി. And it is his condition is not like the way he left his homeland, but he's so rich now. പക്ഷെ എന്റെ ചിന്ത അവസ്ഥകൾക്ക് മാറ്റം വന്നിട്ടും അവൻ വ്യവസ്ഥയിൽ ഒരു ഇഞ്ചു മാറിയില്ല. One thing that is always amazing me is even though his conditions are changed over the time, but he never rebuked or never disobeyed the commandment of God. ആമേൻ. സാഹചര്യങ്ങൾ മാറിയിട്ടും അവന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നില്ല. Even though the circumstances were changed, but his commitment to the Lord was not changed. Amen. ചേർന്ന് കരം ഉയർത്തി ഹല്ലേലൂയ. Hallelujah. പണ്ടത്തെ നിലവാരത്തിന് മാറ്റം വന്നപ്പോൾ നമ്മൾ പലരും ദൈവത്തോട് കോംപ്രമൈസ് ചെയ്തു. പക്ഷേ ഒന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടവന് ഒരു സാമ്രാജ്യം കൊടുത്തിട്ടും അവൻ വ്യവസ്ഥയിൽ മാറിയില്ല. അവൻ നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിച്ചവന്റെ പേര് അബ്രഹാം. And then over the time when God has blessed us with all the material blessings of this world, many of us compromise with this world and compromise with the laws of God. But Abraham is someone who stick to the plan and commandment of God even when he was made rich. അബ്രഹാമിന്റെ ലൈഫിനകത്ത് എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി മാത്രം പറയാം. There is another quality that we have to mention in the life of Abraham. ദൈവം പറഞ്ഞു, നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക് നീ പോകാം. God said, go to the place where I'm going to show you. ഈ പോക എന്ന് പറഞ്ഞ വാക്ക് ഇവൻ മെമ്മറിക്കകത്ത് ഫീഡ് ചെയ്തു. And when he heard that voice, go, he fed that into his brain. ഇവിടെ നോക്കി, പോക എന്ന വാക്ക് അവൻ മെമ്മറി ഫീഡ് ചെയ്തുകൊണ്ട് ഷേക്കേമിൽ വന്നു താമസിക്കാൻ കൂടാരം അടിച്ചു. അവിടുന്ന് മാറി 16 ചെന്നു താമസിക്കാൻ കൂടാരം അടിച്ചു. അവിടുന്ന് മാറി ഖായി പടിഞ്ഞാറ് ബദൽ കിഴക്ക് അതിന് നടക്ക് വന്നു. അവിടെയും പുള്ളിക്ക് പാർക്കാൻ കൂടാരം. I mean, even though, because he had the clear voice of God saying go, even though he had to settle down temporarily at different places, making tents, but he was on the move always. ഷേക്കേമിൽ കൂടാരം അടിച്ചു. And he even came and put his tent in Shechem. 16 വന്നപ്പോൾ പറഞ്ഞു, കുഞ്ഞി അടിക്കുന്ന 4 കുറ്റി അടിച്ചു. അവിടെയും ഒരു കൂടാരം. Even when he came to Padanaram, he put that tent there. അതിനുശേഷം ഹായ് പടിഞ്ഞാറ് ബദൽ കിഴക്ക് അവിടെ വന്നപ്പോൾ അവിടെയും അടിച്ചു കൂടാരം. Even when they came to Hai and Bethel, they also made a makeshift at that place. കൂടെ താമസിക്കുന്നവർ ചോദിച്ചു, എന്റെ അപ്പച്ച അടുത്തവരൊക്കെ കൊട്ടാരവും ബിൽഡിങ്ങും പണിയുമ്പോൾ അപ്പച്ച എന്താ ഈ കൂടാരം പണിതുകൊണ്ടിരിക്കുന്നത്? And all the dear ones started asking Abraham, why are we keeping on moving when everybody around us are making their own castles and palaces and settling down? ഹല്ലേലൂയ. അപ്പൻ അവനോട് പറഞ്ഞ പദം കേൾക്കണം, പൊന്നുമോനെ എന്നോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞൊരു പദമുണ്ട്. ദൈവം പറഞ്ഞത്, നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീ പോക. ഷേക്കേം എന്റെ സ്വന്തമല്ല, എന്റെ സ്തംഭസ്ഥലം മറ്റൊരു ദേശമാണ്. Abraham had have told him that, my dear son, we are not of this land. When God called me, he said, go to the place that I will show you, and all these places are temporary. ഹല്ലേലൂയ. ഞാൻ വേഗം മുമ്പോട്ട് വരുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ കൂടാരമടിച്ച് അവൻ കനാൻ ദേശത്ത് വന്നു. And finally, after making tents and moving from places to places, finally they landed in Canaan. ആമേൻ. ഞാൻ എന്റെ പൊന്നു സഹോദരങ്ങളെ ഓർത്തു, നിശ്ചയമായും കാണിക്കാന്ന് പറഞ്ഞ സ്ഥലം കനാനല്ലയോ? അവിടെ വന്നതിന് ശേഷം എങ്കിലും പുള്ളി ഒരു ബിൽഡിംഗ് പണിയുമെന്ന് ഞാൻ ഓർത്തു. I thought because God has promised him a land, and finally since they have come to the promised land, I thought Abraham might build a house for him at that place. അവനോട് പറഞ്ഞ സ്ഥലത്ത് അവൻ വന്നല്ലോ. He has come to the place where God has called him to be. അബ്രഹാമിന് ഒരു കൊട്ടാരം, A palace for Abraham. ദാസന്മാർക്ക് ഒരു കോട്ടേഴ്സ്, For the servants there are quarters. ദാസിമാർക്ക് ഒരു കോട്ടേഴ്സ്, For the servant maids there is another place. പട്ടിക്കൊരു ബംഗ്ലാവ്, Even a bungalow for the dogs. ഇതൊക്കെ പണിയുന്ന ഞാൻ ഓർത്തേ. That's what I thought. He will make all these arrangements. പട്ടിക്ക് ബംഗ്ലാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനത് കണ്ടതുകൊണ്ട് അറിയത്താല് ചെയ്യും. I have even seen where Luke was given a little small bungalow. ഞാൻ തോന്നുന്നു പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. Somebody took me for dinner after the meeting. See,
ചെന്ന് കയറിയപ്പോ പട്ടിക്കൂട് കണ്ട ഞാൻ ഞെട്ടിപ്പോയി വാസ്തു. I was so surprised when I saw the cage of that dog. പട്ടിക്ക് പകൽ കയറി പോകാൻ 3 സ്റ്റെപ്പ്, പകൽ കിടക്കാൻ ഒരു സിറ്റ് ഔട്ട് പോലത്തെ സംഭവം, രാത്രി കിടക്കാൻ ഒരു ബെഡ്റൂം. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പൊന്നച്ച അതിന്റെ കൂടെ ഒരു ചെറിയ കിച്ചണും കൂടെ തരുവാണെങ്കിൽ ഞാൻ കുടുംബ പുഷ്പം പോലെ പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ വീട്ടിലെ ഒരു നല്ലൊരു ഡോഗ്, നല്ലൊരു പട്ടി, നല്ലൊരു മെത്ത. എന്റെ ഒരു സുഹൃത്ത് പറയാ, അച്ഛാ ഈ പട്ടിയെ നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ടോ? അച്ഛൻ ചോദിച്ചാൽ അതെന്താ? അല്ല, ഈ പട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മെത്ത ഞാൻ എടുത്തോണ്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? We have seen, Pastor has witnessed many places where dogs were treated very luxuriously. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ അബ്രഹാം ചെയ്യുമെന്നായിരുന്നു എന്തെങ്കിലും എക്സ്പെക്ടേഷൻ പലപ്പോഴും ചെയ്തില്ല. As a human being, I expected that Abraham would do the same thing because he has come to the final destination. അവിടെ വന്നു, കനാനി വന്നപ്പോഴും പറഞ്ഞു, അടിക്കൊരു കുറ്റി അവിടെ, അടിക്കൊരു കുറ്റി അവിടെ, പുറകെ അടിക്ക് 4 കുറ്റി അവിടെ. Even when they were in the promised land, Abraham is making tents there to live. അപ്പൊ യാക്കോബിന്റെ ചോദ്യം, എന്റെ പൊന്നെ അപ്പച്ച ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞല്ലോ, ഇതുവരെ കൂടാരം അടിച്ച്, എന്നാ ഇവിടെ വന്നതിന് ശേഷം ഒരു വീട് വെക്കണ്ട? Jacob might have asked him, oh dear father, isn't it the place that God has promised us? We have come to the place where God has promised us. Why don't we build something here? ഇവിടെ നമുക്കൊരു വീട് വെക്കണ്ടായോ? Why don't we make a house here? അങ്ങനെ അപ്പം പറഞ്ഞു, മോനെ ഇവിടെ ഒരു വീട് വെക്കണം എന്ന് ഓർത്താ ഞാൻ വന്ന്, പക്ഷെ വരുന്ന വഴിക്ക് എന്റെ ചിന്തയ്ക്ക് ഒരു മാറ്റമുണ്ടായി. And he said, son, I also had the plan that we will make a house here, but on our way to here, there was a different perspective that happened in my mind. അവര് ചോദിച്ചു, എന്തുവാ മാറ്റമുണ്ടായത്? They asked him, what did the change? What change happened? കൂടെ താമസിക്കുന്ന തലമുറയുടെ തോളെ കൈയിട്ടുകൊണ്ട് 2 എണ്ണത്തെയും കൂടാരത്തിന് വെളിയിൽ കൊണ്ട് നിർത്തിയിട്ട് അപ്പൻ ചൂണ്ടിക്കാണിച്ചൊരു സ്ഥലമുണ്ട്. അതേ ഒരു രാജ്യം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു പട്ടണം ഉയരത്തിലുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് വീട് വേണ്ട. And he took his sons out, pointed his finger to heaven and said, God has promised us a land, a place, a kingdom where God himself is the builder and architect, and because he has given me that vision, I do not need a house in this world. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് എല്ലാവരും കരങ്ങൾ വീശി ശക്തിയോടെ രാത്രി സ്വന്തം പറ. ആമേൻ. എനിക്ക് അബ്രഹാമിന്റെ കൂടാരത്തെ പറ്റി പറയാൻ ഒരു വാക്കുണ്ട്. One more thing that I wanted to mention about Abraham and his tent. ഞാൻ ആ കൂടാരത്തിൽ ഇട്ട പേര് നോൺ സ്റ്റോപ്പ് വർഷിപ്പ് സെന്റർ എന്നാ. And I renamed that tent or camp of Abraham. It's a non-stop worship center. എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഫുൾ ടൈം വർഷിപ്പ്. Because in that family there is full-time worship. അന്ന് നേരം വെളുക്കുമ്പോൾ അപ്പച്ചൻ തുടങ്ങും, അബ്രഹാം ഹല്ലേലൂയ 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 അപ്പൻ തുടങ്ങും. Early in the morning Abraham will start praising God. അബ്രഹാം മാറി ഉടനെ ഇസ്ഹാക്ക് തുടങ്ങും ഹല്ലേലൂയ ഹല്ലേലൂയ. After Abraham is done, Isaac will start praising God. ഇതെന്ന് മാറി ഉടനെ കൊച്ചു പയ്യനുണ്ട് യാക്കോബ്, അയാൾ പറയും ഹല്ലേലൂയ ഹല്ലേലൂയ. And after Isaac is done, Jacob the younger one will come and start praising God. ഒരിക്കൽ ഞാൻ ചോദിച്ചു, 175 വയസ്സായില്ലോ ഈ പരിപാടി നിർത്തിക്കൂടെ? ഞങ്ങൾ അവിടെയൊക്കെ 30 ആകുമ്പോഴേ നിർത്തും, ഇപ്പോഴും തുടങ്ങുവാണോ? ഹല്ലേലൂയ. Once I thought, why don't he finish? He's 175 years old. Some people stop it even when they reach 30. Why don't he stop it? അബ്രഹാമിന്റെ മറുപടി, എങ്ങനെ നിർത്തും? Abraham said, how can I stop? എങ്ങനെ നിർത്തും? How can I stop? ഊരി വിട്ടത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ സഹോദരന്റെ മകൻ ലോത്തുണ്ട്. ലോത്തിനെ വഴിയിൽ വെച്ച് തള്ളിക്കളഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി എന്നെ സ്വർഗ്ഗം തെരഞ്ഞെടുത്തിരിക്കെ ഞാൻ എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? When I set out from my homeland, there was my nephew Lot, but on our way, he separated him from me and directed me to enter into eternity. And how can I stop worshiping him? ഒരു നന്മയും നിനക്ക് ചെയ്യണമെന്നില്ല. ഇനി നിനക്ക് വീട് കിട്ടിയില്ലെങ്കിൽ പോലും, നിനക്ക് സമ്പത്ത് വന്നില്ലെങ്കിൽ പോലും, നരകത്തിൽ നിന്ന് നിന്നെ പൊക്കിയില്ലേ, അത് ഓർത്താൽ മാത്രം ഇന്ന് രാത്രി മിണ്ടാതിരിക്കാൻ പറ്റില്ല. സന്തോഷമുള്ള ഉയർത്തി സ്തോത്രം. Doesn't matter whether you are blessed with material blessings or prosperity in this world, but since you are being redeemed from the depth of hell, you have to be praising God. Amen. അബ്രഹാം അങ്ങ് മാറിയ പ്രിസലാക്ക് സ്തോത്രം പറയുന്നു. And after Abraham is done, Isaac started praising. എന്തിനാണാവോ സ്തോത്രം പറയുന്നത്? They thought, why are you praising? അയാളുടെ മറുപടി കേൾക്കണോ? You know what Isaac said? നിങ്ങൾക്ക് അറിയാമോ, എന്റെ അപ്പന് 2 മക്കളാണ്. And he said, my father had 2 sons. എന്റെ ചേട്ടൻ ഇസ്മായിൽ, ഞാൻ അനിയൻ ഇസ്ഹാക്ക്. My older brother Ismail and me, the younger one Isaac. പാസ്റ്ററിന് അറിയാമോ, ഊദവൻ സ്തോത്രം, മൂത്തവനെ എന്നെ ദൈവം തള്ളിയിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഇളയവനായ എന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കെ ഞാൻ എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? God rejected the older one, selected the younger one who I am, and how can I stop worshiping the Lord? അടുത്ത വാക്ക് മുമ്പോട്ട് പോകുന്നു. കൊച്ചു വയസ്സ് 15 വയസ്സായ യാക്കോബ്. And then we come to Jacob, who is 15 years old. അവനോട് ചോദിച്ചു, നീ എന്തിനാണാവോ സ്തോത്രം പറയുന്നത്? People, if you ask him, why are you worshiping the Lord? അയാളുടെ മറുപടി കേൾക്കണോ? You know what Jacob would say? എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ 2 പേരായിരുന്നു പാസ്റ്ററെങ്കിൽ, ഏശാവും യാക്കോബും. എന്റെ ചേട്ടനെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം മാറ്റിയിട്ട് ആ ഉദരത്തിൽ വെച്ച് എന്നെ നിത്യതയ്ക്ക് വേണ്ടി കണ്ടെടുത്തത് കൊണ്ട് ഞാൻ എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? Jacob say, when I was born in the womb of my mother, there was another brother of mine, but God separated him from me, and he made me someone who can inherit eternity. And how can I stop worshiping? ഹല്ലേലൂയ. മുമ്പോട്ട് വരുന്നു. ഒറ്റ വാക്ക് പറഞ്ഞാൽ അവസ്ഥകൾക്ക് മാറ്റം ഒത്തിരി വന്നിട്ടും വ്യവസ്ഥയിൽ മാറ്റം വരാത്തവന്റെ പേരാണ് അബ്രഹാം.
Though there were many changes in his life circumstances, but Abraham did not change the commandment and the laws of God. ആമേൻ. Amen. മുമ്പോട്ട് വന്നു. ഓൾഡ് ടെസ്റ്റമെന്റ് പഠിച്ചാൽ അത് അനുഗ്രഹം മാത്രമാണ്. And we see throughout the Old Testament, we see the blessing that was given to Abraham. ഇനി അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വായിച്ച വാക്യം ഒന്ന് വായിക്കാമോ? അതിനകത്തുണ്ട് അബ്രഹാമിന്റെ അനുഗ്രഹം. You have to read that verse once again to understand the blessing that God has given to Abraham. ഫസ്റ്റ് വാക്യം വായിച്ച ഒന്നാമത്തെ 17ാമത്തെ വാക്യം. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 മതി. ആ ഒറ്റ വാക്യത്തിനകത്ത് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമുണ്ട്. And in that first portion of the verse number 17, there were 14 generations in all from Abraham. ആമേൻ. അവിടെ പറയുന്നു അബ്രഹാം തുടങ്ങി ദാവീദ് വരെ തലമുറകൾ 14. And it says Abraham to David 14 generations. കൊടുത്തോക്കെ ആരാ ദാവീദ്? Who is David? Who was David? ദാവീദ് ഇസ്രായേലിന്റെ രാജാവ്. And David was the king of Israel. അടുത്തത് ഏതാ ഇസ്രായേൽ? Which is this Israel? ഏതാ? അബ്രഹാമിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത രാജ്യം. The country that God has given to the descendants of Abraham. ആമേൻ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ നോക്കിയേ. What does it mean? ഒന്നുമില്ലാതെ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടതിന്റെ 13ാമത്തെ തലമുറയായപ്പോൾ അവന്റെ പേരിൽ ഒരു രാജ്യം. Amen. In the life of somebody who set out without seeing anything in front of him, but when the 13 generations passed, God made the next one the king of the nation. ഒന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടവന്റെ 13ാമത്തെ തലമുറയിൽ അവന് 10 സെന്റ് സ്ഥലവും ഒരു വീടും കൊടുത്തമല്ല. 13ാമത്തെ തലമുറയായപ്പോൾ അവന്റെ പേരിൽ ഈ ഭൂപടത്തിൽ ഒരു രാജ്യം സ്വർഗ്ഗം അങ്ങോട്ട് കൊടുത്തു. Not that God gave him something because of the call, rather we see that God blessed the 13th generation with a kingdom and authority to rule as king. അന്ന് എവിടെയോ പറഞ്ഞു കാര്യം ഞാൻ ഓർക്കുന്നു. രാജ്യമെന്ന് പറയുന്നത് ലാൻഡ് മാത്രമല്ല. ഞാൻ പറയാം, kingdom means not just the land. ആമേൻ. രാജ്യമാണോ? രാജാവുണ്ട്. രാജാവുണ്ടോ? കൊട്ടാരമുണ്ട്. കൊട്ടാരമുണ്ടോ? അരമനയുണ്ട്. അരമനയുണ്ടോ? കാവൽക്കാരുണ്ട്. കാവൽക്കാരുണ്ടോ? ശമ്പളമുണ്ട്. ശമ്പളമുണ്ടോ? ബാങ്കുണ്ട്. ബാങ്കുണ്ടോ? കള്ളന്മാരുണ്ട്. കള്ളന്മാരുണ്ടോ? പോലീസുണ്ട്. പോലീസുണ്ട്. കോടതിയുണ്ട്. കോടതിയുണ്ട്. ജയിലുണ്ട്. And when we see that someone is made a king, that means everything that comes along with it, what our pastor has mentioned, comes along as a package. ആമേൻ. എന്ന് പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറയുന്നത് ചുമ്മാ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലമല്ല. അതിനെ നിറച്ച് തരാൻ എന്റെ കർത്താവിനെ കഴിയും. മനസ്സിലാകുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ. And God promised you to bless you with something. It is not something for the sake of his promise, but he promised us and bless you abundantly. ഹല്ലേലൂയ. നല്ലൊരു ആമേൻ എന്ന് പറയാമോ? നല്ലൊരു ആമേൻ പറഞ്ഞു. രക്തത്താൽ ചെയ്യോ. രക്തത്താൽ ചെയ്യോ. ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. Hallelujah. 400 കൊല്ലത്തെ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ കനാനിൽ പോകുമ്പോൾ അവരുടെ കണ്ണ് ആശ്ചര്യപ്പെട്ടു പോകാൻ കാരണമുണ്ട്. And there is a reason why they were so amazed when they got to the promised land after 400 years. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ തന്നെയാണ് മിസ്രൈമിലേക്ക് വന്നത്. And they came to Egypt from Israel. അവിടുന്ന് വന്നേ. They came from Israel. 400 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചെന്നു. And after 400 years they're going back to Canaan. ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. They were surprised. മാതളപ്പഴം, There's the pomegranate. അത്തിപ്പഴം, And there's the fig trees. And മുന്തിരിപ്പഴം, they have the vineyards and grapes. തേൻ ഒഴുകുന്നു. And the honey is flowing. പാൽ ഒഴുകുന്നു. And there is milk flowing. അവർ ഞെട്ടിപ്പോയി. And they were surprised. അവർ എവിടെ വന്നു? Where did all this come from? ഇവിടെ നല്ലയോ ഞങ്ങൾ പോയത്? Isn't it from this place that we went? അന്ന് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. These things were not there when we left. പിന്നെ എവിടെ വന്നു? Where did all this come from? ഒരു 400 കൊല്ലം ഇസ്രായേൽ മക്കളെ പ്രവാസത്തിൽ വിട്ടിട്ട് ആ സ്ഥലം ദൈവം വേറെ ആമ്പിള്ളാർക്ക് കൊടുത്തു. ആർക്കാ? കനാന്യർ, എബൂസിയർ, ഹിത്യർ. അവർ 400 കൊല്ലം കൊണ്ട് അധ്വാനിച്ചു. ഇഷ്ടംപോലെ ഫ്രൂട്ട് ഉണ്ടാക്കി, ഇഷ്ടംപോലെ ഫലം ഉണ്ടാക്കി. ദൈവം പറഞ്ഞു അവിടെ ഫലമൊക്കെ ഇനി നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് അങ്ങോട്ട് പോക്കോ. And God, after setting out the people of Israel from Israel, they gave it to Canaanites and the other Gentile nations, and they worked hard, toiled on the soil, and they worked hard and brought up all kinds of fertilization, and it was such a blessed situation when they came in. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഒത്തിരി നൂലുകളൊക്കെ കയറി വരുന്നുണ്ട്. സ്വോത്രം. നീ പ്രവാസത്തിൽ കിടക്കുവാണെങ്കിലും നിനക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവന്റെ പേരാ സ്വർഗ്ഗം. ആമേൻ. Amen. Even though you are going through some troubled times or exile period in your life, understand that behind the scene heaven is planning things for you. നീ ഇവിടെ വരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയവന്റെ പേരാ തമ്പുരാൻ. God has already prepared everything that you need in this land even before you stepped into this nation. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ആ ബുദ്ധിമുട്ടുള്ള കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിനെ മാറി. എല്ലാവരും കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിനെ ഇന്ന് രാത്രി ശ്രമിച്ചേ. ഒറ്റവാക്യത്തിൽ അബ്രഹാം തുടങ്ങി ദാവീദ് വരെയുള്ള 14 തലമുറയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഏകദേശം ഓക്കെ. And when we study the generations from Abraham to David, it's a kind of okay. ഏകദേശം ഓക്കെ. Almost it looks good. എന്നാൽ ദാവീദിന് ശേഷമുള്ള 14 പഠിച്ചാലോ? But when you study the 14 generations after David, അടുത്ത 14 പ്രവാസം വരുന്നത്, ഡീപ്പോർട്ടേഷൻ വരുന്നത്. and the deportation of the exile comes in this period. അപ്പോൾ അതിനുശേഷമുള്ള രാജാക്കന്മാരെ പറ്റി പഠിച്ചേ. And you study about the kings after David. ഒരൊറ്റ ഒരുത്തൻ ഗുണപ്പെട്ടിട്ടില്ല. Not even one person was pleasing to God. ദാവീദിന് ശേഷം ഇസ്രായേൽ ഭരിച്ച രാജാവിന്റെ പേര് ശലോമോൻ. And after David it was Solomon. ഇല്ലയോ? എത്ര കൊല്ലം ഭരിച്ചു? How many years did he rule? 40 കൊല്ലം. 40 years.
2 കൊല്ലം ആത്മാവിൽ 38 കൊല്ലം ദുരാത്മാവിൽ. And 2 years in spirit and 38 years in evil spirit. 40 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അടിച്ച് പിരിച്ച് 2 ഗ്രൂപ്പാക്കി കളഞ്ഞു പുള്ളി. And after 40 years of his ruling, he split the nation into 2. ആ 9 ഗോത്രം മൂത്ത ഭാര്യയുടെ കൊച്ചിന്, 2 ഗോത്രം രണ്ടാമത്തെ ഭാര്യയുടെ കൊച്ചിന്. And 9.5 to 1 and the remaining to another. ഈ ആദ്യമായിട്ട് പിള്ളേർക്ക് പ്രാസം ഒപ്പിച്ച് പേരിടുന്ന ആളായിരുന്നു ശലോമൻ. And Solomon was the first one to invent these fancy names. ഇപ്പൊ അങ്ങനെയാണല്ലോ നമുക്ക് പിള്ളേർക്ക് പേരിടുമ്പോൾ നമ്മളെ ഫാൻസി നെയിം ആയിരുന്നു, ഓരോരുത്തർ പേരുകളായിരുന്നു. ഇത് പരിപാടി ആദ്യം തുടങ്ങിയ ആളാണ് ശലോമൻ. And we put these fancy names for our children, and Solomon is the one who started it. മൂത്ത ഭാര്യയുടെ കൊച്ചിന് യെരോബെയാം, രണ്ടാമത്തെ ഭാര്യയുടെ കൊച്ചിന് യെരഹബെയാം. ഒരു യാറ വ്യത്യാസം. Son was Jeroboam and then the Rehoboam. ഒരു യാറ വ്യത്യാസമുള്ളൂ. ഒരു അലേലിയ പറഞ്ഞു. It's only a letter difference. എനിക്ക് ഇയാളുടെ കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. ഒത്തിരി നെഗറ്റീവ് തോട്ടുകൾ പറയാനുണ്ടെങ്കിലും ഇയാൾക്ക് ഒരു പ്ലസ് പോയിന്റ് പറയാനുണ്ട്. And even though I could talk about many negative things about King Solomon, there is one positive thing. ആ പോസിറ്റീവ് തിങ്സ് മറ്റൊന്നുമല്ല, ഈ പുള്ളിക്കാരന് 300 ഭാര്യമാരും 700 വെപ്പാട്ടിമാരുണ്ടായിരുന്നു. And he had 300 wives and 900 concubines. സ്തോത്രം. അപ്പൊ അതാണ് പ്ലസ് പോയിന്റ്. അതല്ല പ്ലസ് പോയിന്റ്. 1000 ഭാര്യമാരുള്ള ഈ ശലോമോൻ 1005 കാവ്യങ്ങൾ എഴുതിയെന്നാണ്. What surprises me is that he had 1000 wives, but he was able to write 1000 poems. സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം ആരെഴുതിയതാ? ശലോമോൻ എഴുതിയതാ. Solomon wrote this Song of Solomon, in Proverbs, സഭാപ്രസംഗി and the Ecclesiastes. ഇതെല്ലാം എഴുതിയത് ശലോമോനാണ്. And Solomon was the one who wrote all this. പ്ലസ് പോയിന്റ് ഞാൻ പറയാം. 1000 ഭാര്യമാരെയും വെച്ചോണ്ട് 1005 കാവ്യം പുള്ളി എഴുതിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റൂ. കാരണം ഒരെണ്ണത്തെയും കൊണ്ട് പെടുന്ന പാട് നമുക്കറിയാം. അതിന് പ്ലസ് പോയിന്റ് കണ്ട ഇവര് ഉണർന്നു. ഒത്തിരി നെഗറ്റീവ് തോട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ഇരിക്കട്ടെ. And though there are many negative things we can talk about Solomon, at least one good thing about Solomon. ചുരുക്കം പറഞ്ഞാൽ ദാവീദിന് ശേഷമുള്ള സകല എണ്ണവും കുടുങ്ങി. And after David, all those people did evil. ആമേൻ. എല്ലാ രാജാക്കന്മാരുടെ പേരെടുത്ത് പറയുന്നില്ല. വേണമെങ്കിൽ ഒരാളുടെ പേര് മാത്രം I don't want to mention the names of all the kings, but I will mention one of them. ആഹാബിനെ അറിയാമോ? You know Ahab. അറിയത്തില്ല. ഇസബേലിനെ അറിയാമോ? You know Jezebel. എല്ലാരും ഓക്കെ പറഞ്ഞു. അപ്പൊ ആഹാബിനേക്കാൾ പോപ്പുലർ ഇസബേല്. Jezebel is more popular than Ahab. ചിലയിടത്ത് അങ്ങനെ. തോമാച്ചന്റെ വീട്ടിലെ ഈ ആഴ്ചത്തെ പ്രാർത്ഥന ആർക്കും മനസ്സിലാവില്ല. തങ്കമാമയുടെ നമ്മുടെ തങ്കമാമയുടെ ആഹാബിനെ പറ്റി 2 കാര്യം പറഞ്ഞോട്ടെ. I wanted to mention 2 things about Ahab. 19 വയസ്സായിട്ട് പുള്ളി കല്യാണം കഴിക്കുന്നില്ല. And he is not getting married. ഞാൻ ചോദിച്ചു കിട്ടുന്നില്ല. I asked him, are you not getting married? കല്യാണം കഴിക്കണം, പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട്. And he said, I'm going to get married, but I'll wait. കഴിച്ചുകൂടെ? കഴിക്കും. Well, people ask him, why don't you get married? അയാൾ പറയാണ് കഴിക്കാം. ഇത് പ്രധാനപ്പെട്ട സമയമാണ്. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഇസ്രായേൽ പുരുഷന്മാരെ കല്യാണം കഴിച്ചാൽ ഇസ്രായേൽ കന്യകമാരെ തന്നെ, ഇസ്രായേൽ കന്യകമാരെ കല്യാണം കഴിച്ചാൽ ഇസ്രായേൽ പുരുഷന്മാരെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരു ഇസ്രായേലിയ കന്യകയെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ പൊന്നു പാസ്റ്റർ കുടുങ്ങും. ഇത് ഏറ്റവും നല്ലൊരു സമയമാണ്. And he said, if I marry someone from Israel marries, he has to marry somebody from Israel. And if I do that, I'll be trapped. കാരണം മറ്റൊന്നുമല്ല, അവിടുന്ന് അവൾ എന്നെ കെട്ടിയാലും 12 ഗോത്രം, ഞാൻ അവളെ കെട്ടിയാലും 12 ഗോത്രം. ഒന്നും കിട്ടപ്പോരില്ല. പക്ഷേ തൊട്ടടുത്തൊരു രാജ്യമുണ്ട് സീദോൻ. അവിടുത്തെ രാജാവിന്റെ പേര് യത്മാൻ എന്ന. പുള്ളിക്ക് 53 ഗോത്രമുണ്ട്. അവിടെ ആകെ ഒറ്റ മോളേ ഉള്ളൂ, 6. അവളെ കെട്ടുവാണെങ്കിൽ ആ 53 ഗോത്രം കൂടെ ഇങ്ങോട്ട് വരും. And he said, if I marry somebody from the tribe of Israel, there are these 12 tribes, but in the nearby country Sidon, there is a king and he has only one daughter. So they have 53 tribes, and if I marry her, I'll get all those tribes. അവളെ കെട്ടുവാണെങ്കിൽ അത് മൊത്തം ഇങ്ങോട്ട് വരും. 53 12 65 ഗോത്രത്തിന്റെ സ്വന്തക്കാരനാണ് ഞാൻ. And if I marry somebody from Sidon, I have 53 plus 12, and I have all these tribes serving me. ഇസ്രായേലിയ പ്രമാണം ഇസ്രായേൽ കന്യകമാരെ കല്യാണം കഴിക്കണമെന്നാ. സത്യം പറഞ്ഞാൽ സമ്പത്തിനു വേണ്ടി പ്രമാണം മാറ്റിയവന്റെ പേരാണ് Ahab. And it is according to the rule he has to marry somebody from the land, but Ahab is known as somebody who changed the principle of the land, law of the land, for money or wealth. യഹോവയുടെ ആലയവും യഹോവയുടെ യാഗപീഠവും പൊളിഞ്ഞു കിടക്കുന്നു എന്നൊരു ഭാഗം ഈ ബൈബിളിനകത്തുണ്ടെങ്കിൽ പണം നോക്കി കല്യാണം കഴിച്ചവന്റെ കാലഘട്ടത്തിലാണ്. And there is a place that Bible talks about the temple of the Lord and the altar of the Lord is broken. It is during the time of somebody who went after money to get married. Amen. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. നല്ലൊരു ആമേൻ പറ. കരം ഉയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ദാവീദിന് ശേഷം ഒറ്റ ഒരുത്തം ഗുണപ്പെട്ടില്ല. In short, every king after David did evil in the sight of God. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? What happened? 28ാമത്തെ തലമുറ അഥവാ അടുത്ത 14 ആയപ്പോൾ And the next 14th generation, ദൈവം കൊണ്ടുവന്ന ഇസ്രായേലിലുള്ള കരുത്തന്മാരായ യുവാക്കളുടെ കയ്യിൽ മൊത്തം വിലങ്ങ് വെച്ചോണ്ട് എവിടുന്ന് അവർ വന്നോ അങ്ങോട്ട് അവരെ കൊണ്ടുപോയി. And after 14 years, God allowed that all the young and very good people of the land were chained and they were taken as captive to the land. Amen. Amen. എവിടുന്നാ ഇവർ വന്നത്? Where did they come from? അപ്പം വന്നത് ബാബേലിൽ നിന്ന്. Father came from Babylon. ഇവർ എങ്ങോട്ടാ പോയത്? Where are they going? അപ്പം വന്നിടത്തോട്ട്. And they are going back to the same place the father came. എവിടുന്ന് വന്നോ അങ്ങോട്ടേക്ക്.
They are going back to the same place as captives from where they came. Praise the Lord. Amen. എന്നിട്ട് അവിടെ ചെന്ന് ചെയ്ത കാര്യം കേൾക്കണോ? You know what they did there? ദുരാ സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി. And they built an idol there in the land. 6 മുഴം വണ്ണം And 6 feet wide. 60 മുഴം ഉയരം. And 60 feet high. എന്നിട്ട് ഇവരോട് പറയണേ, And then they told them, 28 തലമുറയ്ക്ക് മുമ്പ് നിന്റെ അപ്പച്ചൻ എല്ലാത്തെയും പൊട്ടിച്ചിട്ടാ ഇവിടുന്ന് അങ്ങോട്ട് പോയേ. അതുകൊണ്ട് അപ്പച്ചൻ പൊട്ടിച്ചതിനെ മൊത്തം തലമുറകൾ സേവിച്ചേ പറ്റൂ. and then he says 28 generations back, your forefather destroyed all the idols in this land and left from this place. Now I have erected this idol, and all of you, the descendants of Abraham, has to worship this idol. ഹലോ, എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഒരു കാലഘട്ടത്തിൽ ഉണർവ് മൂത്ത്, വിശുദ്ധി മൂത്ത്, വിശ്വാസം മൂത്ത് പിതാക്കന്മാർ വിട്ടേച്ചു വന്ന പലതിലേക്കും തലമുറകളെ മടക്കി കൊണ്ടുപോകുന്ന കൽദയന്റെ വ്യാപാരത്തോട് ഇന്ന് രാത്രി ഗുഡ്ബൈ പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇന്ന് രാത്രി ഉണ്ട്? Just as what happened in the life of Israelites, we see many people around us where the forefathers have rejected many things, Hallelujah. abandoned them, and considered them as trash, and the Hallelujah. next generation is taking it back. ആമേൻ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ രക്തത്താഴ്ചകൾ. എനിക്കറിയത്തില്ല എവിടെല്ലാമോ ചില വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന പിതാക്കന്മാർ മിണ്ടാതിരിക്കരുത്, ഇതിനകത്തിരിക്കുന്ന മാതാക്കൾ മിണ്ടാതിരിക്കരുത്. ഇന്നിപ്പോ രാത്രി നീ സ്തോത്രം ചെയ്ത് തുടങ്ങി തലമുറയെ തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി പൊട്ടി മാറി പുത്തൻ വിടുതലുകൾ നിന്റെ കുടുംബത്തിനകത്ത് പകരാൻ സ്വർഗ്ഗം ഇന്ന് രാത്രി തയ്യാറാണ്. Hallelujah. Praise the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ച്. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ച്. യേശുവിന്റെ നാമത്തിൽ ഇതൊരു ആത്മീയ കൂട്ടായ്മയാണ്. ഇതൊരു ആത്മീയ കൂട്ടായ്മ. ഇതൊരു ആത്മീയ കൂട്ടായ്മ. ആ കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിനെ ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ച് Praise you, Lord. Hallelujah. Hallelujah. ഒരു കാലഘട്ടത്തിൽ കൂടെ ഉണ്ടാകുന്നതിനെ മൊത്തം പിതാവ് അബ്രഹാം അടിച്ചു പൊട്ടിച്ച് തച്ചുടച്ചിട്ട് വന്നതാ. പക്ഷേ അപ്പൻ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചോ അത് മുഴുവൻ തലമുറയെ കൊണ്ട് ഇപ്പോൾ എടുപ്പിക്കാൻ തുടങ്ങി. And you know, once upon a time, Abraham destroyed every idol that was present in his house and left everything behind. And now we see after generations, the new generation is taking back everything his forefather has abandoned. ഹല്ലേലൂയ. ഒരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. 28 തലമുറ വരെ കൽദയന്റെ ശക്തി ഇസ്രായേൽ മക്കളെ ഫോളോ ചെയ്തു. And 28 generations of the spirit of the Chaldeans were following the descendants of Abraham. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അപ്പോ പിടിച്ച് അവിടെ കൊണ്ടുപോകാൻ. And when they got a gap, an opportunity, they took him and took them there. ഒരു വീക്ക് പോയിന്റ് കണ്ടപ്പോൾ അവിടെ പിടിച്ചു അവിടെ കൊണ്ടുപോകാൻ. And when the devil found a weak point, he got them with that. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് മക്കൾ പുറകെ നിന്റെ കൂടെ കൂടിയിട്ട് നിന്റെ ബലഹീനതയ്ക്കകത്ത് നിന്നെ വട്ടം കറക്കി മടക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് പൊളിയട്ടെ. There are powers of darkness that is roaming around you to find out what is the weak point in your life, and the devil will come up with his scheme to take you back to the bondage where you once were. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയൂ. ആ കരങ്ങൾ ശക്തിയോടെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയൂ. എന്റെ ചോദ്യം, ഈ തലമുറയ്ക്ക് തകർച്ച വരാൻ കാരണം എന്താ? So my question is, what is the reason for the complete destroying of this generation? ഒത്തിരി കാരണമുണ്ടെങ്കിലും ഒറ്റ കാരണം മാത്രം ഒന്ന് പറയാം. Well, there are many reasons. I want to mention one of them. 137 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 37, Psalm number 37, verse 1 and 2. 137. Psalm number 137, verse 1 and 2. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളെ ബാബേലിന്റെ നദിയുടെ തീരത്ത് പോയി ഇപ്പോൾ ഇരുന്നു. And we are standing at the bank of the river Babel. അവിടെ ചെന്ന് അവിടെ ഇരിക്കുക. And they are at the land and standing there. താമസിച്ച സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. And when they were thinking about the Zion where they were living, they were crying. ക്രൈം കരയാനുള്ള കാരണം അടുത്ത വാക്യത്തിലുണ്ട്. വായിച്ചു പാസ്റ്ററെ. അതിന്റെ നടുവിലെ അലരിച്ചങ്ങന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിരണങ്ങളെ തൂക്കിയിട്ടു. കരയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. അന്ന് അതിന്റെ നടുവിലെ ആലരി വൃക്ഷത്തിന്റെ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. There on the poplars we hung our harps. ആമേൻ. Amen. കിന്നരങ്ങൾ തൂക്കിയിട്ടു. And they hang all their harps on the trees. ഇങ്ങോട്ട് നോക്കി. ഈ കിന്നരം തൂക്കാനുള്ളതാണോ മീട്ടാനുള്ളതാണോ? Is this instrument to be played or hang it over? ഇത് തൂക്കാനുള്ളതാണോ മീട്ടാനുള്ളതാണോ? Is this something that to be used or put it aside? നിങ്ങൾ പറയുന്നത് വരെ ഞാൻ ചോദിച്ചോണ്ടിരിക്കും, ഇത് തൂക്കാനുള്ളതാണോ മീട്ടാനുള്ളതാണോ? അങ്ങനെ പറ. This has to be played. ആമേൻ. Amen. ഇത് മീട്ടാനുള്ളതാ. പക്ഷെ ഇവർ എന്ത് ചെയ്തു? തൂക്കി. This instrument should be used, but they are putting it aside. കാരണം എന്നാ, ഇനിയിപ്പോ മീട്ടിയില്ലെങ്കിലും തൂക്കിയില്ലെങ്കിലും 1-ാം തീയതി ആകുമ്പോ പൈസ വരുമല്ലോ. കുത്തുക എടുക്കുക മീറ്റേണ്ട കാര്യം ഒന്നും. The situations have changed. Whether you worship him or not, the used to come to our life is keeping on coming, and there is no need to worship. ഇനിയിപ്പോ എന്നാ മീട്ടാന്? Why should I play the instruments anymore? മീട്ടിയായിരുന്നു. വന്ന് കയറിയ സമയത്ത് ഇവിടെ വന്നപ്പോ ഭയങ്കര മീട്ടനായിരുന്നു. And when I came into this land, I was bursting out into worship മീട്ടൻ. and continuous worship.
കൊണ്ടുവന്ന വീട്ടിൽ 2 മാസമായി താമസിക്കുന്നു, മാറാൻ കൊതിക്കുന്നു, മാറാൻ നിവർത്തിയില്ല. അന്ന് എന്തോ ഒരു വീട്ടിലായിരുന്നു. And when you came, you were living with somebody and you wanted to get out. At that time, you were worshipping. നല്ല ജോലിയില്ലാതെ ഭാരപ്പെട്ട അപ്പാർട്ട്മെന്റിലോട്ട് മാറി. ഒരു വീട് കിട്ടാൻ വേണ്ടി എന്തോ ഒരു വീട്ടിലായിരുന്നു. And you didn't have a good job, got into an apartment and you were worshipping the Lord. അന്ന് യോഗത്തിന് വിളിക്കേണ്ട ബാച്ചാ യോഗം ഉണ്ടച്ചാ അന്ന് അങ്ങോട്ട് പറയണ്ട. പിന്നെ ഇങ്ങോട്ട് ചോദിക്കും, പാസ്റ്ററെ ഒരു യോഗവും നമ്മുടെ സഭയിൽ ഇല്ലയോ, നമുക്ക് സ്വോത്രം പറയണ്ട, ഇങ്ങോട്ട് ചോദിക്കും. At that time, you don't need to be called and exhorted to come and attend the meetings, but rather you will ask the pastor, do we have any meetings? എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? കാര്യങ്ങൾ സുലഭമായപ്പോൾ, കാര്യങ്ങൾ സുഗമമായപ്പോൾ ഈ സാധനം തൂക്കിയിട്ടു ഇസ്രായേൽ. അതാണ് അടിമത്തം ഉണ്ടായത്. When their situations and circumstances changed in their lives, when they were blessed with wealth and prosperity, they put all the instruments aside, and that is one of the reasons they were taken as captive. ഹല്ലേലൂയ. കാര്യങ്ങൾ കംഫർട്ടബിൾ സോണി വന്നപ്പോൾ സമയം കിട്ടുമ്പോഴത്തെ ഒരു മീറ്റ്, സമയം കിട്ടിയാൽ മാത്രം ഒരു മീറ്റ്. ഇന്ന് രാത്രി തുറന്നു പറയാം, ഈ വാക്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പേജ് തീർക്കാനല്ല. അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിച്ചു കൂടാ എന്നില്ല. ഇന്ന് രാത്രി മടങ്ങി വരുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. It was a blessing later and you decided to stop worshiping, but the call of God is coming to us tonight, exhorting us, calling us back to the days of worship. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എല്ലാവരും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഇന്നലകളിൽ വന്നുപോയ പരാജയത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് കരഞ്ഞിട്ട് ഒരു മടങ്ങി വരവിന് വേണ്ടി കൊതിക്കുന്ന എത്ര വിശുദ്ധന്മാർ ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. How many of you are willing to surrender your lives and submit before the Lord and acknowledge, yes, Lord, I have gone away, and let tonight be the night that you will come back to the heart of worship. ആമേൻ. Amen. ആമേൻ. ഒന്നുമില്ലാത്ത അസ്ഥിക്ക് പോലും മഹിയില്ലാത്ത രാജ്യത്ത് നിന്ന് പാലൊഴുകുന്ന സ്ഥലത്ത് വന്ന് കാര്യങ്ങൾക്ക് ഇപ്പൊ കുറവില്ലാതായപ്പോൾ സമയം കിട്ടുമ്പോഴത്തെ പ്രാർത്ഥന, സമയം കിട്ടിയാലുള്ള ആരാധന, അതും ഫാഷൻ പരേഡ് പോലെ മനസ്സ് തുറക്കാതെ ആക്ഷൻ കാണിക്കുന്ന ആരാധന ഇന്ന് രാത്രി എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു മടങ്ങി വരവിന്റെ കാലഘട്ടമായി എന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി അത് മനസ്സോടെ റിസീവ് ചെയ്യാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുന്നുണ്ട്? We were at a time and a place where we were starving and poverty, but God has changed our situations and come to the land of blessings and prosperity. And how many of us are taking time to worship the Lord in truth and spirit? ഹല്ലേലൂയ. ഇപ്പോ സംഭവങ്ങൾ സുലഭമായതുകൊണ്ട് ഇതങ്ങ് തൂക്കിട്ടു. And because we have everything that we need, they have set aside all the instruments. ആമേൻ. Amen. ദൈവം അവർക്ക് കൊടുത്ത രാജ്യം ശ്രേഷ്ഠമായിരുന്നു. And the country that God has given them was great. അല്ലേ? ഉലകത്തിൽ പാൽ ഒഴുകുന്നു എന്ന് ബൈബിൾ പറഞ്ഞൊരു സ്ഥലം കനാൻ There's ദേശമാണ്. only one place about which Bible says that milk and honey flowing. തേൻ ഒഴുകുന്നു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രദേശം There's ഇസ്രായേൽ only one place about which Bible says that honey is flowing. ആമേൻ. Amen. ഹലോ, അങ്ങനത്തെ ഒറ്റ രാജ്യം ഉലകത്തിലില്ല. ആകെ ഉള്ള രാജ്യം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുത്തത്. And that is the only place like that, flowing milk and honey, and that was the land the Lord has given to the people of അവിടെ Israel. ചെന്നപ്പോൾ ഇപ്പൊ ഇഷ്ടം പോലെ സമൃദ്ധിയാ. And it's full prosperous everywhere. പണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് ഭാരപ്പെട്ടവരുടെ വീട്ടിലോട് ഇപ്പൊ ചെന്നാൽ ഒരു വർഷത്തേക്കുള്ള പച്ചക്കറി അറിഞ്ഞു വെച്ചേക്കുന്ന രക്തത്താൽ. If you go to the houses once, they were starving and going through tough times, but if you go to their houses now, they have everything for the next 1 year. ഒരു വർഷത്തേക്കുള്ള പച്ചക്കറി, ഒരു വർഷത്തേക്കുള്ള ബീഫ്, ഒരു വർഷത്തേക്കുള്ള ചിക്കൻ, ഒരു നേരത്തെ ഫുഡിന് കരഞ്ഞ നിന്റെ കുടുംബത്തിന് ഇപ്പൊ 50 പേര് മുന്നറിയിപ്പില്ലാതെ വന്നാലും കൊടുക്കത്തക്ക നിലയിൽ ഫുഡ് തന്നവൻ നിന്റെ കരമല്ല ദൈവമാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എത്തുവർക്ക് പറ്റും. How many of you can believe that all the blessings and every prosperity, every material blessing that we had, it was the hand of God behind all this? Praise the Lord. ഒരു വർഷത്തെ ഫുഡ് നീ നിന്റെ സ്റ്റോറേജിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒരു അപ്പത്തിന് വേണ്ടി കരയുന്ന ജനലക്ഷങ്ങൾ ഈ ഉലകത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് വേണ്ടി ദൈവം കരുതിയ കരുതൽ കണ്ട് എന്തെങ്കിലും രാത്രി മിണ്ടാതിരിക്കാൻ പറ്റും. അതരങ്ങളെ തുറന്ന് പറ്റുമെങ്കിലെ കരമൊന്ന് അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കുക. For you and your generation for years to come, but understand this evening that there are people around this globe who doesn't have enough to take one time meal. The kingdom will come and bless the Lord tonight. ആ കരങ്ങളെ അടിച്ച് അല്പ നിമിഷം കർത്താവിനെ ആരാധിച്ചാട്ടെ. എല്ലാ സഹോദരന്മാരും ആ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്, കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് വർദ്ധനവ് വരുത്തുന്നു. അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് സംസാരിക്കാൻ നിനക്ക് തന്ന ഭാഷ മൂടി വെച്ചിട്ട് എത്ര നാളായി? ഇന്ന് രാത്രി അതൊന്ന് ഓപ്പൺ ചെയ്യാൻ എത്രവർക്ക് ഈ രാത്രി മനസ്സുണ്ട്? Whoever speaking tongues, he rejoices, he encourages himself, and also he is speaking to the Lord. If you have the gift to speak in tongues, take time to speak to God tonight. ഇന്നലകളിൽ വന്നുപോയ പരാജയത്തെ ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോവാ. എത്രവർക്ക് മനസ്സുണ്ട്? എത്രവർക്ക് ആഗ്രഹമുണ്ട്? ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? ചേർന്ന് 40 നിമിഷങ്ങളെ കരങ്ങളെ തട്ടിക്ക്, 1 നിമിഷങ്ങളെ കരങ്ങളെ തട്ടിക്ക്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ
യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അതരങ്ങളെ തുറന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ഒരു വലിയ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ഒരു വലിയ ദൈവ കൃപ വ്യാപരിക്കട്ടെ. ഒരു വലിയ ആത്മശക്തി. Yes, yes, yes. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. Tonight is the night that God is going to fill your mouth and you are going to speak in heavenly tongues and surrender your lives and worship the Lord. Hallelujah. ഹല്ലേലൂയ പറഞ്ഞാണ്. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാണ്. കാര്യങ്ങൾ സുഗമമായി നടക്കാൻ തുടങ്ങിയപ്പോൾ കിന്നരമെടുത്ത് അവർ ആലരി വൃക്ഷത്തിൽ തൂക്കി. And everything was going in favor of them. They put aside all the instruments and hang it on the tree. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 28ാമത്തെ തലമുറയിൽ ആമ്പിള്ളാരുടെ കയ്യിൽ വിലങ്ങ് വെച്ച് എവിടുന്ന് അപ്പച്ച വന്നു അങ്ങോട്ട് കൊണ്ടുപോയി. Because of their withdrawal from the presence of God, all the young people, all the people who were chained and they were taken as captives. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പെട്ടെന്ന് ഞാൻ ഈ മെസ്സേജ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാം. I'm going to conclude here right away. ഒറ്റ ചിന്ത എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. And I want to remind one more thing. അന്ന് പോയ കൂട്ടത്തിൽ 4 അഭിഷക്തരുണ്ടായിരുന്നു. ചന്ദ്രക, മേശക്ക്, അബേദ്നെഗോ. In the group of people who were taken as captive to the foreign land, there were such anointed people there. Amen. 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 അവിടെ ചെന്ന് അടിമപ്പണി തുടങ്ങി. And they started doing the slavery there. അവിടുത്തെ ആൾക്കാർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് വിളിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങളുടെ പേര് ഞങ്ങളൊന്ന് മാറ്റുക, നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് വിളിക്കാവുന്നത് പോലെ ഒരു പേര് ഞങ്ങളാക്കാം. They came to them and said, your names are so hard to call, and so we are going to change your names to a simple name so that we could call you. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, നോ പ്രോബ്ലം, ഞങ്ങളുടെ പേരില്ലേ, ഞങ്ങളുടെ പേര് ഞങ്ങളല്ലല്ലോ വിളിക്കുന്നത്, നിങ്ങളല്ലേ വിളിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഏത് പേരും സ്വീകരിക്കാം. Daniel said, we don't mind because you are the one who are calling, not us, so go ahead and call any name that you want to call. Praise the Lord. അവർ പേര് മാറ്റിയപ്പോൾ ഇവർ പ്രതികരിച്ചില്ല. And when they changed their name, they did not retaliate or respond. Amen. കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ നീളക്കുപ്പായം ഭയങ്കര പാടാകട്ടോ, ഇതിട്ടുണ്ട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഈ കുപ്പായം ഒന്ന് മാറ്റി ഞങ്ങൾ ബർമുഡ ആക്കാൻ പോവാം. ദാനിയേൽ പറഞ്ഞു, നോ പ്രോബ്ലം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ത് വേണം. And later on they said, your garments are kind of long and it's not convenient and comfortable to work, so we are going to change it, cut a little bit. And Daniel said, that's okay, go ahead. Hallelujah. ഇങ്ങോട്ട് നോക്കിയേ, പേര് മാറ്റി പ്രതികരിച്ചില്ല. Their name was changed, they did not respond. വസ്ത്രം മാറ്റിയപ്പോൾ പ്രതികരിച്ചില്ല. They changed their dress style, they did not respond. ഈ ലാക്കിൽ അവർ കുറച്ച് ഫുഡും കൊണ്ടുവന്നു. ഇത് രാജാവിന്റെ ഭക്ഷണമാണ്, രാജാവിന്റെ പാനീയമാണ്. ദാനിയേൽ പറഞ്ഞ മറുപടി ഉണ്ട്, പേര് മാറ്റുന്നതിന്റെ ദോഷം ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക്. വസ്ത്രം മാറ്റുന്നതിന്റെ ദോഷം ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക്. പക്ഷെ ഈ ഭക്ഷണം കഴിച്ച ദോഷം നിങ്ങൾക്കല്ല, ഇത് കഴിച്ച ദോഷം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇത് കഴിച്ച് ഇനി അശുദ്ധരാകാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് ഒരു മടക്കയാത്ര വേണം. When they asked them to change their name, they didn't mind. When they asked them to change their dress, they didn't mind. But when they came to them by asking them to eat the food that the king eats in the palace, they said, if we eat that, the harm is for us, not for you, and we are not going to do it. ഭക്ഷണം കഴിക്കുന്നതിന് ദോഷവും ഗുണവും നിങ്ങൾക്കല്ലല്ലോ, അത് കഴിക്കുന്ന ഞങ്ങൾക്കല്ലേ. വസ്ത്രവും പേരും ബോഡിയെ ടച്ച് ചെയ്യുന്നില്ലല്ലോ, ഇത് ബോഡിയെ സ്പർശിക്കും. അത് വേണ്ട, അത് വേണ്ട. ഇനി നിന്റെ ഭക്ഷണം കഴിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധരാകത്തില്ല. ഒരു കാലഘട്ടത്തിന്റെ അശുദ്ധി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരു മടക്കിപ്പോക്ക് ആവശ്യമാണ്. ഇനി ഞങ്ങൾ മടങ്ങിപ്പോകാൻ തുടങ്ങുകയാണ്. And they said, we didn't mind about changing the names or changing our dress, but what we take inside of our body will affect us. And we know that because of the 4 bad things that we committed in our life, we are here, and now we are not going to continue in that. We are not going to take a food. Hallelujah. ഇങ്ങോട്ട് നോക്കിയേ, 4 പേര് ഒരു തീരുമാനത്തിലേക്ക് ഉറയ്ക്കാൻ തയ്യാറായപ്പോൾ അവരുടെ മടങ്ങി വരവിനെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, കോരശന്റെ ഇടയൻ. മനസ്സിലാകുന്നുണ്ടോ? അവൻ ജാതീയ രാജാവാ. ഇസ്രായേലിന്റെ അടിമത്തം മാറ്റാൻ ഒരു ജാതീയനെ സ്വർഗം ഉപയോഗിച്ചെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നീ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ എന്റെ ദൈവം തയ്യാറായി. It says that when these 4 young men decided not to defile their body with the food of the land of God, who was kind enough to raise even a Gentile king to release the people from the land. Hallelujah. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഇന്ന് രാത്രി നാം ഒരു മടങ്ങിപ്പോക്കിന് തുടങ്ങുകയാണ്. And tonight we are beginning a return journey. ഇന്നലെ വരെ വന്ന തകർച്ച ഇനി എന്റെ മേൽ വരത്തില്ല, ഞാൻ ഇവിടുന്ന് തിരിച്ചു നടക്കാൻ പോവാ എന്ന് എന്നോട് കൂടെ പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്. Hallelujah. If you are willing to say that whatever was done in my life and happened in my life, that is not going to continue in my life, I am going to take a U-turn tonight and I am going back. Hallelujah. ഇന്നലെ വരെ വന്ന പരാജയത്തോട് ഇന്ന് രാത്രി ഗുഡ് ബൈ പറഞ്ഞിട്ട് ഒരു ജയത്തിന്റെ യാത്ര തുടങ്ങാൻ കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിർത്തിയിട്ടുണ്ട്. Here tonight willing to take a turn of your lifestyle and come back to the Lord.
ഹല്ലേലൂയ. നമുക്കൊന്ന് മടങ്ങി വരാം, Let's come back to the നമുക്കൊന്ന് Lord. കയറി വരാം. Let's come up. സ്വർഗം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് നമുക്കൊന്ന് Let's പറഞ്ഞു come to the holiness that heaven is demanding from us. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. ഏവരും So stand in God's ഹല്ലേലൂയ. presence. ഒരു നല്ല ആരാധനയ്ക്ക് വേണ്ടി നാം തയ്യാറാക്കുക. ഒരു നല്ല We are ആരാധനയ്ക്ക് ready വേണ്ടി. to worship the Lord. ഹല്ലേലൂയ. Amen. എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? How many of you really desire എത്ര പേർ ഇന്ന് worship? രാത്രി How ആഗ്രഹിക്കുന്നുണ്ട്? many of you really need that worship? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഒരു കാലഘട്ടത്തിന്റെ പരാജയം അവരെ അടിമനുഖത്തിൽ കൊണ്ടുപോയെങ്കിൽ അത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അവന്റെ കൃപയിലേക്ക് ആരാധനയിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുന്ന എത്രയോ എന്നൊക്കെ ചേർന്ന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തുക. Yes. If the failure of the nation of Israel has taken them into captivity, if the same thing happens in the life of our generation, there is a possibility that we all also will go to the captivity, and tonight is the night that we are coming back to the Lord. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ചേർന്ന്. Hallelujah, hallelujah. ഈ കാര്യത്തിൽ ചിലർക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ അസാധാരണമായ ചില നിയോഗങ്ങൾ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. Hallelujah, hallelujah. One time I'm getting the direction of the Spirit to pray for some individuals tonight. ഒരു നിമിഷം എല്ലാ കണ്ണും അടച്ചോട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആ കണ്ണുകളെല്ലാം ദൈവമക്കൾ മാറ്റട്ടെ. Everybody close your eyes, everybody close your eyes. ഈ രാത്രി അതിരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കും. 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 യേശുവിന്റെ നാമത്തിൽ അതിരങ്ങളെ തുറന്ന് ആ കൈയുടെ കെട്ട് കാണിച്ചിട്ട് അതിരങ്ങളെ തുറന്ന് ഒന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ